ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബുക്ക് റിവ്യൂവിന്റെ മറ്റൊരു ദിവസമാണ്. നമുക്ക് വേണ്ടി ബുക്ക് റിവ്യൂ ചെയ്യുന്നത് ജ്യോതികുമാർ സാറാണ്. ചാണക്യന്റെ ഒരു കഥയെ ആസ്പദമാക്കി വിക്രമശില എന്ന് പറയുന്ന ഒരു കഥാപാത്രം, അതിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്ദേശവും വളരെ കൃത്യമായി ജ്യോതികുമാർ സാർ നമുക്ക് വേണ്ടി നൽകും. ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട ജ്യോതികുമാർ സാറിനെ വെൽക്കം ചെയ്യുന്നു. ജ്യോതികുമാർ സാർ, യു ആർ വെൽക്കം. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് സർ. ആദ്യമായി ഈ റിംഗ് പ്ലാറ്റ്ഫോമിൽ എനിക്ക് ഇന്നൊരു അവസരം തന്ന അതിൻ്റെ സാരഥി നമ്മുടെ ഡോക്ടർ സാബു കേരളം തന്നെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം ഇന്ന് എന്നെ കേൾക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള എൻ്റെ ധാരാളം അറിയുന്നതും അറിയാത്തതുമായ സുഹൃത്തുക്കൾ എല്ലാവർക്കും ഒരു ശുഭ സായാഹ്നം നേരുകയാണ്. ഇന്നത്തെ എൻ്റെ നമ്മളെ സാബു സാർ പറഞ്ഞതുപോലെ വിക്രമശില. എന്താണ് ഈ വിക്രമശില? ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ഒരു ചരിത്രത്തിൽ ഇടം നേടിയ ഒരു കുതിരയാണ്. പർവ്വതത്തിൻ്റെ ശക്തിയും അത്ര തന്നെ ഉയരവും ഗാംഭീര്യവും ചേർന്ന ഒരു പടക്കുതിര. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ എല്ലാ യുദ്ധങ്ങളിലും മുൻപന്തിയിൽ അദ്ദേഹത്തിന് ധൈര്യം പകർന്ന് ഓടിച്ച ഒരു കുതിര, എന്തിനും കൂടെ നിന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ അത്തരത്തിൽ കുതിരകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, പലതരം കുതിരകളുണ്ട്. പഴയ നമ്മളെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം. നമ്മളെ റാണ പ്രതാപ് സിംഗ്, അദ്ദേഹത്തിൻ്റെ ഒരു കുതിരയുണ്ടായിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ആ കുതിരയുടെ പേര്? റാണ പ്രതാപ് സിംഗ് പഴയ കാലത്തെ അദ്ദേഹത്തിൻ്റെ ഏത് സമയത്തും അദ്ദേഹം കൊണ്ടുപോകുന്ന ഒരു വണ്ടി, അദ്ദേഹത്തിന്റെ വണ്ടിയായിരുന്നു അത്. ചേതക്കാണോ സർ? യെസ് സർ, ജോർജ് സർ, അതാണ് ചേതക്. അതാണ് പിന്നീട് നമുക്ക് ചേതക് എന്നുള്ള ബ്രാൻഡിൽ സ്കൂട്ടർ വന്നില്ലേ, കീഴടക്കിയ ഒരു ബ്രാൻഡ് ആയിരുന്നില്ലേ അത്. അതേപോലെ തന്നെ നമ്മൾ അലക്സാണ്ടർക്ക് പ്രിയപ്പെട്ടതായിരുന്നു ബ്യൂസിഫലസ് എന്ന് പറയുന്ന ഒരു കുതിര. ഇങ്ങനെ അതേപോലെ തന്നെ ഒരു ആനയുണ്ടായിരുന്നു, കൃഷ്ണശില എന്ന് പറയുന്ന ഒരു കൊമ്പനാന. ഇതൊക്കെ നമ്മളെ ചരിത്രത്തിൽ ഇടം പിടിച്ച ക്യാരക്ടറുകളാണ്. അവരൊക്കെ മൃഗങ്ങളാണെങ്കിലും മനുഷ്യരുമായി അത്രയധികം ഇടപഴകിയ, മനസ്സെന്താണെന്ന് മനസ്സിലാക്കിയെടുക്കുന്ന സൈസ് യജമാനൻ്റെ മനസ്സിനനുസരിച്ച് യാത്ര ചെയ്യുന്ന, ഇടത്തോട്ട് പോകണമെന്ന് മനസ്സ് വെക്കുമ്പോഴത്തേക്ക് കുതിര ഇടത്തോട്ട് ചെരിഞ്ഞിട്ടുണ്ടാവും. അത്തരത്തിലുള്ള ബന്ധവും കഴിവുമുള്ളതാണ്. അതാണ് അതിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം. ഈ പഴയ കാലത്ത് ഇത്തരത്തിൽ കുതിരകളെ എന്നല്ല എല്ലാത്തിനെയും മെരുക്കിയെടുക്കാനും, അതുപോലെ തന്നെ പഴയ ആളുകൾക്കൊക്കെ പണ്ട് കാലത്തുണ്ടായിരുന്നൊരു കഴിവ് അപാരമാണ്. അത് എപ്പോഴും നമുക്ക് പല പുസ്തകങ്ങൾ വായിക്കുമ്പോഴും പഴയ കഥകൾ, ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം. വല്ലാത്തൊരു ബുദ്ധിവൈഭവം ഉള്ള പഴയ രാജാക്കന്മാർ എത്രയോ നമുക്കുണ്ടായതല്ലേ. ഒരു രാജകുമാരൻ ഉണ്ടായി വരണമെങ്കിൽ, ആ രാജകുമാരനാണ് എങ്കിൽ അദ്ദേഹം എല്ലാം പഠിച്ചിരിക്കണം, ഇല്ലേ? മെയ് അഭ്യാസിയായിരിക്കണം. പിന്നെന്താണ്, സംസ്കൃത നിർബന്ധം, വേദം പഠിച്ചിരിക്കണം. പിന്നെ ഈ രാജ്യഭരണം പഠിപ്പിക്കുന്നു. ചെറുപ്പം മുതൽ തന്നെ എല്ലാം പഠിപ്പിച്ച് ആ ഒരു ലെവലിലേക്ക് എത്തിച്ചു കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണ് അവരൊക്കെ ആ കാലങ്ങളിൽ തിളങ്ങിയത്. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ടാണ് അന്നൊക്കെ എല്ലാവരും പ്രവർത്തിച്ചതും. അതിനനുസരിച്ചാണ് അവർക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടായതും. അതുകൊണ്ടാണ് നല്ല ഭരണം കാഴ്ചവെക്കാൻ ഭരണാധിപന്മാരായി പേരെടുത്ത എത്രയോ രാജാക്കന്മാരുണ്ട്, ഇല്ലേ? അതിൽ നമുക്ക് എത്രയോ ആളുകൾ നമുക്ക് അറിയാം. അതേസമയത്ത് വളരെ മോശമായവരും ഇല്ലേയും ചോദിക്കും. എല്ലാത്തിലും എല്ലാവരും ഉണ്ടല്ലോ. അതാണ് അതിന് നമുക്ക് മറുപടിയുള്ളൂ. എത്ര വിവരമുണ്ടായിട്ടും കാര്യമില്ലല്ലോ, ആ ഒരു ജ്ഞാനം വേണ്ടേ. അതാണ് പറയുക. കാരണം അത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മളെ വിക്രമാദിത്യ രാജാവ് ഉണ്ടായിരുന്നില്ലേ? അദ്ദേഹത്തിൻ്റെ രാജസദസ്സിൽ നവരത്നങ്ങൾ എന്ന് പ്രത്യേകം ഖ്യാതി നേടിയ പണ്ഡിത ശ്രേഷ്ഠന്മാരുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെ വിദ്വൽ സദസ്സിൽ ധാരാളം പണ്ഡിതരുണ്ട്. അതിൽ നവരത്നങ്ങളായി തിളങ്ങി നിന്ന
9 പേരുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? 9 ഇല്ലെങ്കിലും കുറച്ചെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഭയങ്കരന്മാർ, പ്രഗത്ഭന്മാരായി നമ്മളെല്ലാം അറിയപ്പെടുന്ന, നമുക്കെല്ലാം അറിയുന്ന, ഓർക്കാത്തത് കൊണ്ട് മാത്രമാണ്. ഓർത്തെടുത്താൽ കിട്ടും. കാളിദാസൻ. അത് തന്നെ പോരട്ടെ. യെസ് സർ, കാളിദാസൻ. വേണോ, പറയണോ? ആ, പിന്നെ ആർക്കെങ്കിലും വരുന്നുണ്ടോ ഓർമ്മ? ഇല്ല. വരരുചി, ധന്വന്തരി, വേതാളഭട്ടൻ, അമരസിംഹൻ, വരാഹമിഹിരൻ, ഘടകരപാലൻ, ക്ഷപാകരൻ, ശംഭു, ഇത്രയും 9 പേര് പേരെടുത്തവര്. അവർക്കറിയാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. അത്ര ജ്ഞാനികളായിട്ടുള്ളവർ. എന്തിനും രാജാവിന് എന്ത് അഡ്വൈസിനും അദ്ദേഹം ഇവരെയാണ് കൂട്ടുപിടിക്കുക. പക്ഷേ അപ്പോഴും നിങ്ങൾ നോക്കണം, ആ കാലത്തുള്ള ഒരു ഇത് പറയാണ് ഞാൻ. ഈ കാളിദാസനാവട്ടെ, വരരുചി ആവട്ടെ, അതുപോലെ തന്നെ വിക്രമാദിത്യൻ, ഇവരെയൊക്കെ ഒരുപടി മേലെ ആയിരിക്കണമല്ലോ പൊതുവെ രാജാവ്. അപ്പൊ രാജാവ് ഇതിലും നല്ല ജ്ഞാനിയാവണ്ടേ? അതുകൊണ്ടാണ് ആ ചെറു പ്രായത്തിൽ തന്നെ അവരെ മോൾഡ് ചെയ്ത് നല്ല പക്വതയുള്ള ഒരു മനുഷ്യനാക്കി മാറ്റുകയും വിദ്യാസമ്പന്നനാക്കി മാറ്റുന്നതിൻ്റെ ചുരുക്കം അതാണ്. എല്ലാം ശാരീരികമായും മാനസികമായും തികഞ്ഞ ഒരു യുവാവ് ആവുമ്പോഴാണ് രാജാവാക്കി മാറ്റാൻ അഭിഷേകം ചെയ്യുന്നത്. അത് വളരെ നിർബന്ധമാണ് ആ കാലത്തൊക്കെ. പഴയ കാലത്തുള്ള ഇവർക്കൊക്കെയുള്ള വല്ലാത്ത കഴിവുകൾ എന്താണ്? നിങ്ങൾ അതുപോലെ തന്നെ കേട്ടിട്ടുണ്ടാവും. ബല അതിബല എന്ന ഒരു മന്ത്രമുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റും എന്താ അത്? ബല അതിബല. വിശ്വാമിത്രൻ രാവണനും ലക്ഷ്മണനും ചൊല്ലിക്കൊടുത്ത ഒരു മന്ത്രമാണ്. യെസ്, വിശപ്പും ദാഹവും. ആ, വിശപ്പും ദാഹവും ഇല്ലായ്മ. വിശപ്പും ദാഹവും ഉണ്ടാവില്ല. നോക്കൂ, ശരിയാ. ഇങ്ങനെയുള്ള ഭയങ്കര പ്രഗത്ഭന്മാരായ ആളുകൾ പണ്ട് നമുക്കുണ്ടായിരുന്നു. ഇപ്പൊ തന്നെ അവർക്ക് ഇനി വിശക്കില്ല, അതേപോലെ തന്നെ ദാഹവുമില്ല. അതേപോലെ ഇപ്പൊ അടുത്ത് ഞാൻ വായിച്ചു, കഴിഞ്ഞ കൊല്ലം വരെ ഉണ്ടായിരുന്നു നമ്മളെ കോട്ടയത്ത് ഏതോ ഒരു ഭാഗത്ത്, അദ്ദേഹം വെള്ളം മാത്രമേ കുടിക്കുള്ളൂ. ഭക്ഷണം കഴിക്കാതെ അയാൾക്ക് ഇപ്പൊ 70 വയസ്സായിട്ടുണ്ട്. രാവിലെ സൂര്യനെ നോക്കുകയാണ്, ഭക്ഷണം സൂര്യനാണ്. അത് മാത്രമേ അയാൾക്കുള്ളൂ, ഭക്ഷണമില്ല, വെള്ളം മാത്രം കുടിക്കും. അങ്ങനെയും സാധിക്കുന്നു, കണ്ടോ? ഇപ്പോഴും ഉണ്ട്. അങ്ങനെയെല്ലാം ധാരാളം എന്താ പറയണ്ടേ, അറിവുള്ള, കഴിവ് തിരിച്ചറിഞ്ഞവർ. അതാണ് അതിൻ്റെയൊക്കെ രസം. അപ്പൊ ഞാനെന്താ ഈ വിക്രമാദിത്യ സദസ്സിനെ പറ്റി പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഈ വിക്രമാദിത്യൻ ഒരു ദിവസം ആ സഭയിൽ ഇരുന്നു കൊണ്ട് ചോദിക്കുകയാണ് അവരോട്, നമ്മളെ വിദ്വൽ സദസ്സിനോട് ചോദിക്കുകയാണ്, രാമായണത്തിൽ ഏറ്റവും നല്ല വരികൾ ഏതാണ്? അപ്പോ എല്ലാവരും ആകെ, എല്ലാം നല്ലതല്ലേ, രാമായണത്തിലെ ഏത് വരിയാണ് മോശമുള്ളത്? എല്ലാം നല്ലതല്ലേ? എങ്കിലും ശ്രേഷ്ഠമായ വരികൾ ഏതാണ്? അപ്പൊ ആർക്കും ഒരു പിടി കിട്ടുന്നില്ല, ഒരാളിനും അറിയുന്നില്ല. ഈ പറഞ്ഞ കാളിദാസനും വരരുചിയും ധന്വന്തരിയും വേതാളഭട്ടനും ഒന്നും അറിയുന്നില്ല. അപ്പോ ഇവരൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് 41 ദിവസം സമയം തരണം, അതിന് ഉത്തരം കണ്ടെടുക്കാം. ശരി, തരാം. പിറ്റേ ദിവസം മുതൽ ഈ എന്താ പറയുന്നത്, ഇവരെല്ലാവരും തന്നെ ഇറങ്ങി നാടിലെ മുഴുവൻ ജ്ഞാനികളെയും സ്വാമിമാരെയും കണ്ട് ചോദിക്കുന്നു. ആർക്കും ഒരു പിടിയുമില്ല. രാമായണത്തിൽ എല്ലാ വരികളും അത് ഗംഭീരം തന്നെയാ, പിന്നെ എങ്ങനെ ഏത് ശ്രേഷ്ഠം എന്നുള്ളത് ഒരു പിടി കിട്ടുന്നില്ല. എല്ലാവരും കലക്കി കുടിച്ചവരാണ് ഈ ഗ്രന്ഥം. പക്ഷെ ഏത് എന്ന് പറയാനാവുന്നില്ല, കാരണം അത്ര പ്രാധാന്യമുണ്ട് ഓരോ വരികൾക്കും. അവസാനം ഇങ്ങനെ പോവാണ്, അന്വേഷിച്ച് പോയ സമയത്ത് നമ്മളെ വരരുചി, എല്ലാവരും പോവാണ്, വരരുചിയും പോയി. വരരുചി അങ്ങനെ പോയി ഒരു പുഴയുടെ ഓരത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, ക്ഷീണം മാറ്റുകയാണ് ഒരു മരത്തണലിൽ. ആ മരത്തണലിൽ ഇരിക്കുന്ന സമയത്ത് കാലയാന്തിപ്പക്ഷികൾ, 2 ഇണക്കുരുവികൾ വന്ന് ആ മരക്കൊമ്പിൽ നിൽക്കുക, ഇരുന്നു വന്നിട്ട്. ഇദ്ദേഹം താഴെ ക്ഷീണം മാറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ മറ്റ് പക്ഷികൾ പറന്നു വരുമ്പോൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്? എന്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത്? പോകുന്നില്ലേ? നമ്മളെല്ലാം പോവല്ലേ, വരൂ. ഇല്ല, ഇതാ കണ്ടില്ലേ താഴെ മഹാപണ്ഡിതനായ നമ്മുടെ വരരുചിയുണ്ട് താഴെ, ഞങ്ങൾ അദ്ദേഹത്തിന് കൂട്ടിരിക്കുക. അപ്പോ പറന്നു വന്ന പക്ഷികൾ ചോദിക്കുകയാണ്, എന്താണ്, ഇതാണോ ഈ മഹാപണ്ഡിതൻ?
മാംവിധി എന്താണെന്നറിയാത്ത ഇദ്ദേഹമാണോ പണ്ഡിതൻ? അപ്പൊ തന്നെ നമ്മളെ വരരുചിക്ക് സന്തോഷമായി, മനസ്സിലായി. ആ കാലത്ത് ഫ്രണ്ട്സ്, ഇവരൊക്കെ തന്നെ, ഈ വിദ്വാൻമാർക്കൊക്കെ പക്ഷികളുടെ സംസാരം, മൃഗങ്ങളുടെ സംസാരം, പ്രകൃതിയുടെ എല്ലാ ഭാവങ്ങളും സംസാരങ്ങളും ഒപ്പിയെടുക്കാനും മനസ്സിലാക്കാനും കഴിവുള്ളവരായിരുന്നു. അവരെ ആ കാലം അങ്ങനെയാണ്. ഇവരൊക്കെ അങ്ങോട്ട്, ഇതാ ഞാൻ പറഞ്ഞത്, നമ്മളെല്ലാം പ്രകൃതിയോട് ഇണങ്ങിയവരാണെന്നും. ഇന്നലെ നമ്മളെ ടോമി സാറിൻ്റെ ആ ഒരു ക്ലാസ്സിൽ പ്രകൃതിയിൽ നിന്നാണ് നമ്മളെല്ലാം ഉണ്ടായത്, ഭക്ഷണത്തിനെ പറ്റി ഇന്നലത്തെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ അതേപോലെ നമ്മളെല്ലാവരും പ്രകൃതിയോട്, മനുഷ്യനും മൃഗവും എല്ലാ ജീവജാലങ്ങളുമായിട്ട് ബന്ധമുള്ളതാണ്. അപ്പൊ ആ ഒരു ഇതിൽ അദ്ദേഹം വേഗം മനസ്സിലാക്കിയെടുത്തു. മാംവിധി കിട്ടിപ്പോയി. ഉടനെ ഓടുകയാണ്. എവിടേക്ക്? നമ്മളെ വിക്രമാദിത്യൻ്റെ അടുത്ത് ചെന്നു, പറഞ്ഞു, കിട്ടി. ആണോ? ഉടനെ തന്നെ സദസ്സ് വിളിക്കുകയാണ്. ഉടനെ വിദ്വൽ സദസ്സ് വിളിച്ചു. ആ വിദ്വൽ സദസ്സിൽ, യേസ് വരരുചി, എന്താണ് അങ്ങക്ക് കിട്ടിയത്? പറയൂ, എന്താണ് അർത്ഥം? പറയൂ, ഏതാണ്, ഏത് വരികളാണെന്ന് പറയൂ എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറയുന്നുണ്ട്, രാമം ദശരഥം വിധി മാം വിധി ജനകാത്മജാം അയോധ്യാം മടവീം വിധി ഗച്ഛദാ യഥാസുഖം. ഇതാണ് സാറേ, ഇതാണ് അങ്ങേ ഏറ്റവും ശ്രേഷ്ഠമായ വരികൾ. എന്താണ്? ഒന്നുകൂടി കേൾക്കട്ടെ. അത് നോക്കൂ. അപ്പോ ഒരു രാജാവ്, ഇവരേക്കാൾ മേലെ ജ്ഞാനം. കണ്ടോ? ഇതാണ് അതിൻ്റെ വ്യത്യാസം. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, നമ്മളെ പഴയ പഴയ വിദ്യാഭ്യാസം കുറവാണെന്ന് പറയെങ്കിലും IAS-കാരുടെ വരച്ചവരൊക്കെ നിർത്തിയ നമ്മളെ തമിഴ്നാട്ടിലെ ഒരു മിനിസ്റ്റർ ഉണ്ടായിരുന്നില്ലേ? തമിഴ്നാട്ടിലെ, പേര് മറന്നല്ലോ, ഇപ്പം പെട്ടെന്ന് കിട്ടുന്നില്ല. തമിഴ്നാട്ടിൽ ഏറ്റവും പ്രശസ്തനായ നമ്മളെ DMK-ൻ്റെ MLA ഉണ്ടായിരുന്ന, ADMK വരുന്നതിന് മുമ്പേ, പറയാം ഞാൻ, ആവട്ടെ. അപ്പോ എന്താണ്? അണ്ണാദുരൈ അല്ല, അതിനു മുമ്പേ കാമരാജ നാടാർ. കാമരാജ നാടാർ വിദ്യാഭ്യാസം വളരെ കുറവാണ്. പക്ഷെ അദ്ദേഹമാണ് ധാരാളം പുതിയ പുതിയ കാര്യങ്ങൾ നമ്മളെ സ്കൂളിലെ നൂൺ മീൽ അദ്ദേഹമാണ് നടത്തിയത്. അറിയോ? സ്കൂൾ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി കൊടുക്കുന്നില്ലേ? അദ്ദേഹമാണ് അത് ഉപജ്ഞാതാവ്, അദ്ദേഹമാണ്. അതിനെപ്പറ്റി നമുക്ക് പിന്നെ പറയാം. അപ്പൊ പറയൂ ഒന്നുകൂടെ. രാമം ദശരഥം വിധി മാം വിധി ജനകാത്മജാം അയോധ്യാം മടവീം വിധി ഗച്ഛദാ യഥാസുഖം. യെസ്, ആരവിടെ? കൊണ്ടുവരൂ. അപ്പൊ തന്നെ അങ്ങനെയാണല്ലോ, പണക്കിഴിയെടുത്ത് അരർജിയെ ആദരിക്കുകയാണ്. നമ്മളിവിടെ ആദരിക്കുന്ന പോലെ പണക്കിഴിയും മറ്റേ പട്ടും മുളയെല്ലാം കൊടുത്ത് ആദരിച്ചു. മിടുമിടുക്കൻ. ഇതാണ്. അത്തരത്തിൽ ഉയർന്നിരുന്നു അവരൊക്കെ. അതുപോലെ നിങ്ങൾ ആ വരരുചിന്റെ കണ്ടുവോ? അദ്ദേഹം ആ പക്ഷികൾ സംസാരിക്കുന്നത് പിടിച്ചെടുത്തത് നോക്കൂ. അത്രയ്ക്ക് ബന്ധങ്ങളായിരുന്നു ആ കാലത്ത്. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? അതും കൂടി ഞാൻ പറയാം. അപ്പോ രാമനും ലക്ഷ്മണനും സീതയും കൂടി കാട്ടിലേക്ക് പോവാണ്. ആ കാട്ടിലേക്ക് പോകുന്ന സമയത്ത് മകനോട് അമ്മ പറയാണ്, ലക്ഷ്മണന്റെ അമ്മ സുമിത്ര പറയുന്നു, അല്ലയോ മകനെ രാമ, നീ, അല്ലയോ മകനെ നമ്മുടെ ലക്ഷ്മണനോട് പറയാണ്, രാമനെ നീ ദശരഥനെ പോലെ കരുതണം എന്ന് പറഞ്ഞാൽ നിന്റെ അച്ഛനെ പോലെ കരുതണം. സീതയെ നീ അമ്മയെപ്പോലെ കരുതണം. എങ്ങനെയാണ്? വനത്തിനെ നീ അയോധ്യയായി മനസ്സിൽ കരുതണം. സുഖമായി പോയി വരൂ. നോക്കൂ, ഒരമ്മ മകനെ പ്രോത്സാഹിപ്പിക്കുന്നു. സാധാരണഗതിയിൽ ഒരു അമ്മയൊക്കെ എന്താ ചിന്താവുന്നത്? 10-15 കൊല്ലം, 10-12 കൊല്ലത്തേക്ക് കാട്ടിലേക്ക് പോവുകയാണ് മക്കൾ എന്ന് പറയുമ്പോൾ അലമുറയിട്ട് കരഞ്ഞ പ്രയാസങ്ങളല്ലേ. പക്ഷെ പറഞ്ഞത് കണ്ടുവോ? പോയി വരൂ, ഇതുപോലെ സുഖമായി പോയി തിരിച്ചു വരൂ എന്നാണ്. അത്രയ്ക്ക് പവർഫുൾ ആയിരുന്നു ആ കാലഘട്ടങ്ങളിലുള്ളവരൊക്കെ പറയാൻ. അതൊക്കെയാണ് അതിൻ്റെ റോൾ മോഡലായിട്ട് നമ്മൾ കാണേണ്ടതാണ്. പഴയ കാലത്തുണ്ടായിരുന്നവരെല്ലാം അവർ വല്ലാത്ത, എല്ലാവരും പറഞ്ഞാൽ നല്ലൊരു ശതമാനം കഴിവുള്ളവരുണ്ടായിരുന്നു. ആ കഴിവൊന്നും ഇന്ന് നമുക്ക് അങ്ങനെ കാണുന്നില്ല ഫ്രണ്ട്സ്. എല്ലാം ഞാൻ ജസ്റ്റ് ഇതോടനുബന്ധിച്ച് പറയാണ്. അതേപോലെ തന്നെ ഈ വിക്രമാദിത്യൻ ആള് ഭയങ്കരനാണ്. ഇതേപോലെ തന്നെ ഒരു ദിവസത്തെ സദസ്സിൽ അദ്ദേഹം ഒരു സമസ്യ പൂരിപ്പിക്കാൻ പറഞ്ഞു. ഗുളു ഗുഗുളു ഗുഗുളു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് ഒരു സിനിമയിലുണ്ട്. നമ്മളെ എന്താ പറയാ, ഇന്നസെന്റ് ഓടി വരുന്ന സമയത്ത് നമ്മളെ മറ്റേ അയാളൊരു സ്വാമിയാണ്. സ്വാമി ചിക്കൻ കടിച്ചു വലിക്കുന്നു. അത് കഴിഞ്ഞ് ഓടി കസേലയിൽ വന്നിരിക്കുന്നു വിത്തിൻ സെക്കൻഡ്സിനിടയിൽ. അപ്പോ അപ്പൊ ഇയാളെ കണ്ട ഉടനെ പറയുന്നുണ്ട്, അവിടെയും കണ്ടു ഇവിടെയും കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട്.
അപ്പൊ സമസ്യയാണ്. ആ സമസ്യയിൽ എന്താ പറയുന്നറിയോ? ഗുളു ഗുഗുളു ഗുഗുളു എന്ന് പറഞ്ഞ ബാക്കി ഭാഗം നിങ്ങൾ പൂരിപ്പിക്കണം. ആർക്കും കിട്ടുന്നില്ല. ആർക്കും കിട്ടുന്നില്ല. ഇത് എങ്ങനെ എന്നറിയുന്നില്ല. അപ്പോ കുറച്ച് സമയം കൊടുക്കുകയാണ്. വീണ്ടും സമയം കൊടുത്തു. അങ്ങനെ നമ്മളെ വരരുചി പോവാണ്. ആ ഒരു പുഴയുടെ ഒരു കുളത്തിന്റെ തീരത്ത് പോയി റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അങ്ങനെ അയാൾ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഗുളു 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 ഗുളു. ആ അതെന്താ? അപ്പോഴെന്താണ് സ്ഥിതി? മേലെ കുരങ്ങന്മാർ ഞാവൽപ്പഴങ്ങൾ തിന്നുമ്പോ ഈ ഒരു കൊലയിൽ നിന്ന് തിന്നുന്ന സമയത്ത് ബാക്കിയുള്ളതെല്ലാം വെള്ളത്തിൽ വീഴുന്ന ഒരു ശബ്ദമാണത്. ഗുളു ഗുളു 1 2 3 വീഴുന്ന സമയത്ത് ഗുളു 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 എന്ന് പറയില്ലേ, ആ ശബ്ദം കിട്ടിപ്പോയി. അപ്പൊ തന്നെ ഓടുകയാണ്. ആരുടെ അടുത്തേക്ക്? വിക്രമാദിത്യന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. സർ കിട്ടി, സമസ്യ പൂരിപ്പിക്കണം. നമ്മളിപ്പോ ഈ സിനിമ പാട്ടിനെ പറ്റിയൊക്കെ പറയാറുണ്ടില്ലേ, നമ്മളെ പല്ലവി അനുപല്ലവി എന്ന് പറഞ്ഞ പോലെ അനുപല്ലവി പറയുകയും പല്ലവി എന്താണെന്ന് കണ്ടെത്തണം എന്ന് ജോസഫ് സാർ വന്നു. അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അപ്പൊ അതുപോലെയാണ് ഈ ഒരു സമസ്യ പൂരിപ്പിക്കാൻ പറഞ്ഞത്. ജംബു ഫലാനി ഭക്വാനി, അതന്നെ. പോരട്ടെ പോരട്ടെ, ഫുള്ള് പോരട്ടെ. ജംബു ഫലാനി ഭക്വാനി പതന്തി വിമലേ ജലേ. ആ അടുത്ത ഒരു വരി മറന്നുപോയി. കവി കമ്പിത ശാഖാഭ്യാം അതെ, ഗുളു ഗുഗുളു ഗുഗുളു. നമ്മളെ ഒറീസ. ഗുഡ്. ജംബു ഫലാനി ഭക്വാനി പതന്തി വിമലേ ജലേ. അതാണ് കവി കമ്പിത ശാഖായാം. കവി കമ്പിത കവി കമ്പിത ശാഖായാം ഗുളു ഗുളു ഗുഗുളു ഗുഗുളു. ഇത് നമ്മൾ ആരാ പറയുന്ന? ആ സിനിമയിൽ വളരെ സ്പീഡിൽ നമ്മൾ ഇദ്ദേഹം പറയുന്നത് ശ്രീകുമാർ പറയുന്നുണ്ട്. കറക്റ്റ്. അപ്പൊ ഞാൻ അതില് ജസ്റ്റ് അതിന്റെ ഒരു ഭാഗങ്ങൾ ഇതുമായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രം. ആ പഴയ കാലത്തെ ചില എന്താ പറയണ്ടേ വ്യക്തിപ്രഭാവത്തെ ഒന്ന് പറയാൻ വേണ്ടി മാത്രം ഞാൻ അതിലേക്ക് പോയതാണ്. എല്ലാത്തരം അലങ്കാരങ്ങളെക്കാളും തിളങ്ങുന്ന അലങ്കാരമാണ് വിദ്യയും വിനയവും. വേദശാസ്ത്രാദികളിൽ പാണ്ഡിത്യമുണ്ടെങ്കിലും ജീവിതത്തെക്കുറിച്ച് സാമാന്യ ജ്ഞാനമില്ലെങ്കിൽ പരാജയപ്പെടും. ഏത് പണ്ഡിതനും നീന്തൽ വശമില്ലെങ്കിൽ തോണി മറിഞ്ഞാൽ മരണം സുനിശ്ചിതം. ഇതാണ് തിരിച്ചറിയേണ്ടത്. അതുകൊണ്ടാണ് ചില രാജാക്കന്മാർ മോശമായി പെരുമാറിയെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. കാരണം എത്ര വിദ്യ ഉണ്ടായിട്ടും കാര്യമില്ല, അത് അങ്ങനെ ചിലത് ഉണ്ട് എന്ന് മാത്രം ഞാൻ പറയാണ്. ഫ്രണ്ട്സ്, അപ്പം ഞാൻ നമ്മുടെ വിക്രമശില ആ കുതിരയെ പറ്റി, അതെന്താണെന്ന് വെച്ചാൽ ചന്ദ്രഗുപ്ത മൗര്യൻ നമ്മുടെ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ആ ഒരു വല്ലാത്തൊരു അതിക്രമിച്ച് കടന്നു വന്ന ഒരു കാലഘട്ടത്തിൽ നാട് മുഴുവനും കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുന്നു. ആർക്കും ഒരു രക്ഷയുമില്ല. അദ്ദേഹത്തിന് തോന്നിയപടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നാട്ടിൽ. വല്ലാതെ അദ്ദേഹത്തെ തടയണം. അപ്പൊ എന്തായാലും ശരി, അദ്ദേഹത്തെ തടയണം. എന്ത് ചെയ്യാൻ പറ്റും? കാരണം വന്നു കഴിഞ്ഞ സ്ഥലത്ത് മുഴുവനും നശിപ്പിച്ച് വന്നിരിക്കുകയാണ്. ഇനി നമ്മൾക്കും അത് പാടില്ല. ഇവിടെ വെച്ചെങ്കിലും തടയണം. ഇതിനൊരവസാനം വേണം. അങ്ങനെയാണ് നമ്മുടെ ചന്ദ്രഗുപ്തൻ, ചാണക്യൻ, ഹിമവത്കൂടത്തിലെ രാജാവ് പർവ്വതകൻ, യുവരാജാവ് മലയകേതു, കൂടാതെ ചന്ദ്രഗുപ്തന്റെ അനേകം സൈന്യാധിപന്മാർ എല്ലാവരും കൂടി ഒത്തുചേർന്നിരുന്ന് ചാണക്യനും യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുള്ള അവസാന കാര്യാലോചന, അലക്സാണ്ടറെ നേരിടണം. യുദ്ധം തന്നെയാണ് ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത്. അലക്സാണ്ടർ വന്നുകൊണ്ടേയിരിക്കും. അതാണ് പർവ്വതകന്റെയും സമാന്തര രാജാക്കന്മാരുടെയും സൈന്യാധിപന്മാർ ചാണക്യന്റെ പ്രഭാഷണം ഒരു എന്താ പറയണ്ടത്, പിൻ ഡ്രോപ്പ് സൈലൻസ് പറയില്ലേ, അതുപോലെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ്. അപ്പോൾ ചാണക്യൻ അതിനുള്ളൊരു പ്രിപ്പറേഷൻ. ഞാൻ ആ രംഗമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ചാണക്യനിലെ ഈ യുദ്ധത്തെപ്പറ്റി അവസാന കാലഘട്ടത്തിലുള്ള യുദ്ധമാണ്. അതോടുകൂടി എന്ത് ചെയ്യുന്നു? അലക്സാണ്ടർ പലായനമാണ്. അപ്പോൾ അലക്സാണ്ടറെ പലായനം ചെയ്യിക്കുക എന്നുള്ളതാണ് ലാസ്റ്റിലത്തെ അവധിയിൽ പറയുന്നത്. അപ്പോൾ അതിനുള്ള നടപടിക്രമങ്ങൾ വളരെ ഇന്നത്തെ കാലത്ത് നമ്മളുടെ യുദ്ധവും ആ കാലത്ത് മനുഷ്യന്റെ ബുദ്ധിയും ഈ പറഞ്ഞ ജീവജാലങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് അന്നത്തെ വലിയ യുദ്ധങ്ങൾ നടന്നത്. പിന്നീടാണല്ലോ വലിയ വലിയ സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ഞാൻ വരികയാണ്. അങ്ങനെ എല്ലാ സൈനികന്മാരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ചാണക്യൻ പ്രഭാഷണമാണ്. നാം ഏറ്റുമുട്ടാൻ പോകുന്നത് ഏറ്റവും കരുത്തനായ പ്രതിയോഗിയുമായിട്ടാണ്.
കാരണം ചാണക്യൻ നമുക്കറിയാലോ, നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും ചാണക്യനെ പറ്റിയിട്ട്. അതിബുദ്ധിമാനാണ്, അതിബുദ്ധിമാനും അതേപോലെ തന്നെ എന്താ കൃശകാത്രനും ആരോഗ്യവാനുമാണ്. നമ്മൾ തക്ഷശിലയിൽ വെച്ച് പഠിച്ച് അവിടെ നിന്ന് ഗ്രാജുവേഷൻ നേടിയ ആളാണ്. ആ കാലത്ത് ഗ്രാജുവേഷൻ എന്ന് പറയില്ല, വിദ്വാൻ പട്ടം നേടിയ ആളാണ്, ഭയങ്കര ജ്ഞാനിയാണ്. അദ്ദേഹം ഏറ്റെടുക്കുകയാണ് ചന്ദ്രഗുപ്തന്റെ കൂടെ കൂടിയിട്ട്. കാരണം ഈ നാട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഇവരൊക്കെ എഴുന്നേറ്റ് വന്ന് ഇതിനു വേണ്ടി ഇതെങ്ങനെയും തടയണം എന്ന ചിന്തയിലാണ്. അതിന് നേരിടാൻ അപ്പോഴാണ് ചാണക്യന്റെ എല്ലാവരെയും ചേർന്നുള്ള പരിഗണന. ലോകം മുഴുവൻ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന കീഴടക്കാനായി ഒരാൾ ഇറങ്ങുമ്പോൾ അതിന് തക്ക ശക്തി അദ്ദേഹം സംഭരിച്ചിട്ടുണ്ടാകും. അലക്സാണ്ടർ വിശ്വജേതാവാണെന്നും താൻ അദ്ദേഹത്തിന്റെ സ്വന്തം ഭടനാണെന്നും ഓരോ മാസിഡോണിയൻ ഭടനും വിശ്വസിക്കുന്നു. അതാണ് അലക്സാണ്ടറുടെ കഴിവ്. കാരണം തൻ്റെ ഭടന്മാർക്ക് അഭിമാനമാണ് എന്തിന്, ഞാൻ അലക്സാണ്ടറുടെ ഭടനാണെന്ന് പറയാൻ. അതാണ് അലക്സാണ്ടറുടെ ആ ഒരു പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ ആ ഒരു കഴിവ്. ശത്രുവിന്റെ ദൗർബല്യത്തിലാണ് നാം പ്രഹരിക്കേണ്ടത്. യുദ്ധത്തിൽ തന്ത്രങ്ങളും മായാജാലങ്ങളും ഉൾപ്പെടുത്തണം. സൈന്യം കിഴക്ക് നിന്ന് വരുമെന്ന് ശത്രുവിനെ തോന്നിക്കണം, പക്ഷെ വരുന്നത് പടിഞ്ഞാറ് നിന്നായിരിക്കണം. ഓരോരോ തന്ത്രങ്ങൾ മെനയുകയാണ്. അറിയാലോ, നമുക്ക് ഇന്നത്തെ കാലത്ത് പോലും ഒരു യുദ്ധം ഡിക്ലെയർ ചെയ്തുള്ള എന്തെല്ലാം പ്രിപ്പറേഷനാണ്. അതെ, അന്ന് കമ്മ്യൂണിക്കേഷനൊന്നുമില്ല, ദൂതന്മാരാണ് എല്ലാം ചെയ്യുക, അല്ലേ? കുറിമാനങ്ങൾ കൊടുത്തയച്ചുകൊണ്ട് സ്വകാര്യമായിട്ട്. അതുപോലെ തന്നെ സ്പൈ വർക്കുകൾ, ചാരന്മാർ, അതിനെയും അവരെയും അപ്പോയിന്റ് ചെയ്യും. എല്ലാം നോക്കിക്കൊണ്ടെല്ലാം വാസ്തവത്തിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്തെല്ലാം പ്രയാസങ്ങളാ, എത്ര സ്ലോ ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുക. എങ്കിലും അവർ അതെല്ലാം തന്നെ പ്രയോഗിച്ച് വിജയിച്ചവരാണ് ഫ്രണ്ട്സ്. ഇന്ന് നമുക്ക് ഒരു നേരത്തേക്ക് സെല്ല് ഒരു ദിവസത്തേക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആകെ പ്രശ്നമാണ്. പക്ഷെ അന്നത്തെ കാലത്ത് ഇവരൊക്കെ എന്താണ് ജീവിച്ചുകൊണ്ടിരുന്നത്, എങ്ങനെയാണ് ഈ വിജയങ്ങളൊക്കെ നേടിയത്? ദിഗ്വിജയികളായ എത്രയോ ആളുകളില്ലേ, നോക്കണം. അതൊക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ പറയാണ്, സൈന്യം കിഴക്കുന്ന് വരുമ്പോൾ തോന്നിക്കണം, പക്ഷെ വരുന്നത് പടിഞ്ഞാറ് നിന്നാണ്. ഒരു കാര്യം കൂടി, അലക്സാണ്ടറുടെ ചാരന്മാർ, അവരെ നാം വശത്താക്കണം, അല്ലെങ്കിൽ അവരെ വധിക്കണം. ചാരന്മാരും ഒരു വലിയ ശക്തിയാണ് യുദ്ധത്തിന്റെ വിജയത്തിന്. കാരണം ചാരത്തിനാദിലൂടെയാണല്ലോ നമുക്കറിയാലോ CIA, KGB, അതേപോലെ തന്നെ നമ്മളെ റോ എന്നൊക്കെ പറയുന്നത്. ഇന്നത്തെ ലെവലിൽ അത് വന്നെങ്കിലും പഴയ കാലത്ത് റോകളാണ് ഈ ചാരന്മാർ പറയാണ്. ചാരന്മാരിലൂടെയാണ് എല്ലാ വിവരം അറിയാം. അപ്പൊ അവരെ നമ്മൾ ഒന്നുകിൽ വശത്താക്കണം, അല്ലെങ്കിൽ അവരെ വധിക്കണം. അതുപോലെ നമുക്കും ചാരന്മാർ വേണം. നമ്മൾ അയക്കുന്ന ചാരന്മാരായിരിക്കണം അലക്സാണ്ടർക്ക് കള്ള സന്ദേശങ്ങൾ കൊണ്ടു കൊടുക്കേണ്ടത്. നോക്കൂ, അങ്ങനെയാണ് ഓരോരോ മെത്തേഡ് നോക്കുകയുള്ളൂ. സകല സൈന്യത്തിൻ്റെയും അധിപനായി ചന്ദ്രഗുപ്തനെ അവരോധിക്കണം. ചാണക്യനാണ് ഇതൊക്കെ പറയുന്നത്. അങ്ങനെ എല്ലാവരും അതിന് സമ്മതിക്കുകയാണ്. യെസ്, നമുക്ക് നേരിടാം, ഒറ്റ മനസ്സായി ഒറ്റക്കെട്ടായി നേരിടാം. ചാണക്യൻ പറയുന്നത് എല്ലാവരും അനുസരിച്ചു. എങ്ങനെയും അലക്സാണ്ടറെ ഓടിക്കണം, ഒരേ മനസ്സ്, ഒരേ തീരുമാനം. ചാണക്യൻ വിശാലമായ ഒരു ഭൂപടം തയ്യാറാക്കി. ഏതിൻ്റെ? അലക്സാണ്ടറുടെ താവളത്തിന് ചുറ്റുമുള്ള 6 മലനിരകളും തിരഞ്ഞെടുത്തു. മലനിരകൾ തിരഞ്ഞെടുക്കുക. പഴയ കാലത്ത് അറിയാതെ നമുക്ക് ഇന്നത്തെ പോലെ റോഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇടവഴികളും മലമേടുകളും എന്താ പറയുക, കുന്നിൻ ചെരുവുകളും അല്ലേ. എന്നിട്ട് ആ 6 മലനിരകളിലും കയറി നോക്കിയാൽ സൈനിക നീക്കങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കണം. അതാണ് സൈനിക നീക്കങ്ങൾ മനസ്സിലാക്കുക. എങ്ങോട്ട് എങ്ങനെ പോകുന്നു, എല്ലാ കാര്യങ്ങളും അറിയാൻ ഉയരത്തിലിരുന്നു കൊണ്ട് നമ്മുടെ സൈന്യത്തെ 6ആയി വിഭജിച്ച് ഓരോ മലനിരയുടെയും പിൻവശത്തായി സംയുക്ത സൈന്യങ്ങൾ പാളയമടിക്കണം. എല്ലാ സൈന്യവും, കാലാൾപ്പടയും എല്ലാത്തിൻ്റെയും ടീം വേണം അതിൽ. അതാണ് ആന, കുതിര, കാലാൾ, ഈ പറഞ്ഞ മുഴുവൻ സംവിധാനങ്ങളും. 6 ബറ്റാലിയനെയും ഒരേ സമയം നിയന്ത്രിക്കത്തക്ക രീതിയിൽ ചന്ദ്രഗുപ്തന് വിദ്യ പറഞ്ഞു കൊടുത്തു. ആര്? നമ്മുടെ ചാണക്യൻ. കുതിരപ്പുറത്തേറിയ ദൂതന്മാർ അപ്പോൾ വേണ്ട നിർദ്ദേശങ്ങൾ പടത്തലവന്മാർക്ക് കൈമാറിക്കൊണ്ടേയിരിക്കണം. ഇതാണ് സംവിധാനങ്ങൾ. നോക്കൂ, ആസന്നമായി, അങ്ങനെ യുദ്ധത്തിന് ആസന്നമായി വരികയാണ്. ആസന്നമായ യുദ്ധത്തിന്റെ മിന്നലും പുകയും ചെറിയ തോതിൽ പുറപ്പെട്ടു തുടങ്ങി. അങ്ങേ ഭാഗത്തുനിന്ന് പടപ്പട്ടാളയത്തിൽ എങ്ങും അതിജാഗ്രതാ മുന്നറിയിപ്പുകൾ പാഞ്ഞു. മരങ്ങൾക്ക് മുകളിലും പാറക്കെട്ടുകൾക്ക് മുകളിലും നിരീക്ഷകർ
കണ്ണിമവെട്ടാതെ സൈന്യത്തിന്റെ വരവ് നോക്കിയിരിക്കുകയാണ്. രംഗം നോക്കൂ, നമ്മളിതൊക്കെ പല ഫിലിമുകളിലും കണ്ടിട്ടുണ്ട്. എങ്കിലും ആ കാലത്ത് പരീക്ഷിച്ച് വിജയിച്ച തന്ത്രങ്ങളെയാണ്. എനിക്ക് അതുകൊണ്ടാണ് ഇതൊന്ന് പങ്കുവെക്കാനുള്ള ഒരു ഇത് തോന്നിയത്, ത്വര തോന്നിയത്. അപ്പുറത്ത് അലക്സാണ്ടറുടെ മൂർച്ചയേറിയ ഉത്തരവ്. നദീതീരത്ത് നദീതീരത്ത് സന്നാഹങ്ങളുമായി സഹസ്രാധിപന്മാർ കാവൽ നിൽക്കട്ടെ. 10,000-ഓളം വരുന്ന കുതിരപ്പട നദീതീരത്തേക്ക് കേൾക്കേണ്ട താമസം കുതിച്ചു. അങ്ങനെ 10,000-ഓളം ആളുകൾ നദീതീരത്ത് കാത്തു ഇരിക്കുകയാണ്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ അതാ നദിയിലൂടെ കെട്ടുവള്ളങ്ങളിൽ ചന്ദ്രഗുപ്തന്റെ സൈന്യം കടന്നു വരുന്നു. അലക്സാണ്ടർക്ക് ചാരന്മാർ മുഖേന വിവരം കിട്ടുന്നുണ്ട്. ചന്ദ്രഗുപ്ത മൗര്യനും ടീമും വരും, അവര് കാര്യങ്ങൾ എതിർക്കാൻ വരുന്നുണ്ട് എന്നുള്ളത് മുന്നറിയിപ്പ് കിട്ടുന്നുണ്ട്. അതിനനുസരിച്ചാണ് ഓരോ നീക്കവും. അപ്പോഴാണ് അതാ നദി വഴി ചന്ദ്രഗുപ്തൻ കടന്നു വരുന്നു, കടലിലൂടെ. അപ്പം തന്നെ അവരെ കരയിലിറക്കാതെ കുതിരപ്പട പിന്തുടർന്നുകൊണ്ടേയിരുന്നു. അവരെ കരയിൽ കയറാൻ സമ്മതിക്കരുത്. അതാണ് അലക്സാണ്ടർ ഈ വരുന്ന സൈന്യത്തെ കര കയറാൻ സമ്മതിക്കരുത്, വെള്ളത്തിലൂടെ തന്നെ ഒലിച്ചങ്ങ് പോകട്ടെ, കരയിൽ കയറുന്നത്. അതാണ് ഈ കുതിരപ്പട പിന്നാലെ പോയി. പക്ഷേ അവിടെയും ഒരു തന്ത്രം ഒളിഞ്ഞിരിക്കുന്നു എന്ന് അലക്സാണ്ടർ മറന്നു. ഒടുവിൽ അലക്സാണ്ടറുടെ കുതിരപ്പട ഒരു മലയിടുക്കിൽ കുടുങ്ങുകയാണ്. പിന്നീട് അങ്ങോട്ട് കരയിലൂടെ പോകാൻ പറ്റുന്നില്ല. എന്തു ചെയ്യും? വന്ന ആയിരങ്ങൾ ടീം അങ്ങനെ തന്നെ അവിടെ കുടുങ്ങിപ്പോവാണ്. പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ പിന്നെ പുഴയിൽ തന്നെ വരണം, അല്ലെങ്കിൽ തിരിച്ചു പോരണം. ആ തക്കം നോക്കി ചന്ദ്രഗുപ്തന്റെ സൈന്യം ഇരുവശങ്ങളിൽ നിന്നും ആക്രമിച്ചു. നോക്കൂ, അവിടേക്ക് എത്തിക്കാനാണ് ആ പുഴയിലൂടെ വന്നത്. ചെറിയ ചെറിയ ചങ്ങാടങ്ങളിലായിട്ട് സൈന്യങ്ങൾ വന്നുകൊണ്ടിരുന്നത്. ഇവരെ അവിടം വരെ എത്തിക്കണം. അതാണ്. അങ്ങനെ അവിടെ വെച്ച് ആക്രമണം തുടങ്ങുകയാണ്. നോക്കൂ, ചന്ദ്രഗുപ്തന്റെ സൈന്യം ഇരുവശങ്ങളിൽ നിന്ന് ആക്രമിക്കാൻ തുടങ്ങി. ഇത് ചാണക്യന്റെ തന്ത്രമായിരുന്നു. അവിടെ ചന്ദ്രഗുപ്തന്റെ വൻ സൈന്യം പതിയിരിപ്പുണ്ടെന്ന് അലക്സാണ്ടർ ഒരിക്കലും കരുതിയില്ല. ചില വീഴ്ചകളിലൂടെ പെട്ടുപോകുന്നതാണ്. തീയിൽപ്പെട്ട ഈയാമ്പാറ്റകളെ പോലെ അലക്സാണ്ടറുടെ സൈന്യം ചത്തുവീഴുകയാണ്. പൊരിഞ്ഞ യുദ്ധം നടക്കുകയാണ്. പടയാളികളെ കൊല്ലുക, കുതിരയെ വീണ്ടെടുക്കുക, ഇതായിരുന്നു ചന്ദ്രഗുപ്തന്റെ ഉത്തരവ്. ഓരോ പടയാളി വീഴുമ്പോഴും ഒരു കുതിരയെ കിട്ടിക്കൊണ്ടേയിരുന്നു. അന്ന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് കുതിര. ഇന്നത്തെ പാറ്റൻ ടാങ്ക് എന്നൊക്കെ പറയുന്നത് പോലത്തെ ഭയങ്കര ഡിമാൻഡുള്ള ഇതാണ്. കുതിരപ്പടയാണല്ലോ മെയിനായിട്ട്. അതുകൊണ്ട് ഓരോ കുതിരയെ കിട്ടിയാൽ അത്രയും. ഈ കാഴ്ച അലക്സാണ്ടർ വല്ലാതെ ഭയപ്പെടുത്തി കഴിഞ്ഞു. കാരണം തനിക്ക് ലോകം കീഴ്പ്പെടുത്താൻ കഴിയുമോ എന്ന സന്ദേഹം അലക്സാണ്ടറെ ബാധിച്ചു തുടങ്ങി. കാരണം അലക്സാണ്ടർ പല സ്ഥലത്തും വില്ലാളി വീരനായി വിജയിച്ചു വന്നതാണ്. ഇതുവരെയും എത്തിയെങ്കിലും ഇനി അങ്ങോട്ട് എന്താണ്? അതാണ് ആ ഒരു സന്ദേഹമുള്ളിൽ വന്നു. കാരണം ഇത് വല്ലാത്തൊരു ട്രാപ്പിൽ കുടുങ്ങിപ്പോയി. പേർഷ്യൻ സാമ്രാജ്യം സ്വന്തമാക്കി അലക്സാണ്ടറുടെ മനസ്സിൽ കോട്ടകൾ ഇടിയുകയായിരുന്നു. ഉടനെ തന്നെ ഉണർന്നു. നാളെ പുലർന്ന് 3 നാഴിക കഴിയുമ്പോൾ സാന്ദ്ര കോട്ടാവിന്റെ താവളത്തിലേക്ക് പട നീക്കണം. നമ്മുടെ സമസ്ത ശക്തിയും അവന്റെ മേൽ ഒരുമിച്ച് പ്രയോഗിച്ച് അവനെ തീർക്കുക. അലക്സാണ്ടർ അലറി വിളിച്ചു. അവനെ തീർക്കുക എന്ന് പറഞ്ഞാൽ ചന്ദ്രഗുപ്തനും അതേപോലെ തന്നെ നമ്മുടെ ചാണക്യൻ, ഇവരാണ് തന്ത്രജ്ഞാനികൾ. ചാണക്യനാണ് അതിന്റെ പിന്നിൽ നിന്നുള്ള അദ്ദേഹത്തിന് മനസ്സിലായി. എങ്ങനെയും നാളെ അതികാലത്ത് ആവുമ്പോഴത്തേക്ക് എത്തിക്കണം. അന്നൊക്കെ പകല് മാത്രമേ യുദ്ധം ഉണ്ടാവൂ, പിന്നെ 2 സമയത്തുമായി. അതാണ് അലക്സാണ്ടർ അലറി വിളിക്കുകയാണ് ബാക്കിയുള്ള തീർമാനം. ചാരന്മാരിലൂടെ ഈ കാര്യം ആര് ഗ്രഹിച്ചു? നമ്മളെ ചാണക്യന് വിവരം കിട്ടി. നാളെ കാലത്ത് 3 നാഴിക തുടങ്ങുമ്പോൾ സൈന്യം വരും എന്നുള്ളത്. അപ്പോ എന്ത് ചെയ്തു എന്നറിയോ? പുലർന്ന് 3 നാഴികക്ക് കാത്തു നിൽക്കാതെ അതിപ്രഭാതത്തിൽ തന്നെ ചന്ദ്രഗുപ്തന്റെ സൈന്യം അലക്സാണ്ടറുടെ പാളയത്തിലേക്ക് പാഞ്ഞു കയറുകയാണ്. ആ ചാരന്മാരുടെ ഗുണം കണ്ടോ? 3 മണിയാവുമ്പോഴത്തേക്ക് നാളെ കാലത്ത് എന്നുള്ളത് പുലരുന്ന ഉടനെ തന്നെ അടിക്കുകയാണ്. പടച്ചട്ട പോലും ധരിക്കാത്ത മാസിഡോണിയൻ സേന പിടഞ്ഞു വീണു. ക്യാമ്പടിച്ചിരിക്കുകയല്ലേ. രാക്ഷസത്തിരമാല അടിച്ചു കയറുന്നത് പോലെ ചന്ദ്രഗുപ്തന്റെ സൈന്യം വന്നുകൊണ്ടേ ഇരുന്നു. അവർക്കൊന്നിനും പറ്റിയില്ല.
ഒരിക്കലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ആയിരുന്നു അത്. കാരണം അത് 3 മണിയാകുമ്പോഴത്തേക്ക് റെഡി ആവേണ്ടതാണ്. പക്ഷേ അതിനു മുമ്പേ ഇവർ വരുന്നുള്ള ഒരു പ്രതീക്ഷയും ഉണ്ടായിട്ടില്ല. എല്ലാറ്റിനും മുകളിലായി തലയെടുപ്പുള്ള വിക്രമശില എന്ന കുതിരപ്പുറത്ത് പുരുഷസിംഹം പോലെ അതാ ചന്ദ്രഗുപ്ത മൗര്യൻ. നമ്മൾ സിനിമകളിലെല്ലാം കാണാം അല്ലേ, വല്ലാത്തൊരു രംഗങ്ങൾ വരുന്ന സമയത്ത് അതാ മോഹൻലാൽ കയറി വരുമ്പോൾ കയ്യടി എന്ന് പറയില്ലേ, അതുപോലെ അല്ലെങ്കിൽ മറ്റേ ശിവാജി ഗണേശനൊക്കെ ഇതുപോലത്തെ രംഗങ്ങൾ വരാറുണ്ട്. കുതിരപ്പുറത്ത് അങ്ങനെ വരുമ്പോഴത്തേക്ക് തിയേറ്ററിൽ അങ്ങനെ കയ്യടിയായിരിക്കും. അതുപോലെ വിക്രമശില, അറിയാലോ വിക്രമശില, അത്രയ്ക്ക് തന്നെ നീളവും ഉയരവും പൊക്കവും ശാരീരിക ക്ഷമതയുമുള്ള കുതിരയാണ്, വെളുത്ത കുതിരയാണ്. ആ കുതിരപ്പുറത്തതാ ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന് പറഞ്ഞാൽ സിംഹത്തെ പോലെയാണ്. കുതിരപ്പുറത്തൊരു സിംഹം ഇരിക്കുന്നത് പോലെയാണ് വന്നത്. ഞെട്ടിപ്പോയി, ആ ക്യാമ്പ് കംപ്ലീറ്റ് ഞെട്ടിപ്പോയി. അവിടെയാണ് അലക്സാണ്ടറും ഉള്ളത്. പല പല സെന്ററിലും ക്യാമ്പ് ഉണ്ടെങ്കിലും ഇത് മെയിൻ ക്യാമ്പാണ്. ഇന്നത്തെ പോലെ കമ്മ്യൂണിക്കേഷൻ ഇല്ല, ദൂതന്മാർ വഴിയാണ് മറ്റു ക്യാമ്പിലേക്ക് വിവരം അറിയിക്കുക. അപ്പോൾ അതാ ഒരു ഇരുമ്പ് ശിരോ കവചത്തിന് മുകളിൽ ചുവന്ന കൊടി കുത്തി തന്റെ സാന്നിധ്യവും, ഈ വിടില്ലല്ലോ അലക്സാണ്ടറിലെ ആള്, ചെറിയൊരു അനക്കം കേട്ട് മനസ്സിലാക്കുന്ന ആളല്ലേ. അതാ അപ്പോ ഇരുമ്പ് ശിരോ കവചത്തിന് മുകളിൽ ചുവന്ന കൊടി കുത്തി തന്റെ സാന്നിധ്യവും പിൻഫലവും സൈനികർക്ക് നൽകിക്കൊണ്ട് അലക്സാണ്ടർ പ്രത്യക്ഷപ്പെടുകയാണ്. അലക്സാണ്ടർ എപ്പോഴും അങ്ങനെയാണ്. യുദ്ധമുഖത്തേക്ക് വരുന്ന സമയത്ത് തൻ്റെ ടീം മെമ്പേഴ്സിനെ ധൈര്യം പകരാനും ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അത് ഏത് തിരക്കില് എത്ര തിരക്കിലും അത് കാണണം. അതാണ് ആ ഹൈറ്റിൽ ആ ചുവന്ന കൊടി വെക്കുന്നത്. അപ്പോ മുഖാമുഖമായി അലക്സാണ്ടറും ചന്ദ്രഗുപ്ത മൗര്യരും ടീമുമായി കഴിഞ്ഞു. ഇല്ല, അലക്സാണ്ടറോട് നേരിട്ട് പൊരുതാൻ ഇനിയും സമയമായിട്ടില്ല. ചന്ദ്രഗുപ്തൻ പറയാണ്, പാളയത്തിലേക്ക് പിന്മാറുക എന്ന് ആരോട് പറയുന്നു? എൻ്റെയർ സൈന്യാധിപന്മാരോട് പറയാണ്, മാറിക്കോളൂ. അപ്പം തന്നെ ചന്ദ്രഗുപ്തൻ മൗര്യൻ ടീം അങ്ങനെ തന്നെ പിന്മാറുകയാണ്. ചന്ദ്രഗുപ്തന്റെ സൈന്യം പിന്മാറുന്നത് കണ്ട് അവർ തോറ്റുവിടുകയാണെന്ന് കരുതി അലക്സാണ്ടറുടെ സൈന്യം ആർപ്പുവിളികളോടെ അവരുടെ പിന്നാലെ ഓടുകയാണ്. ഇവർ പേടിച്ചോടുകയാണ് എന്ന ഭാവത്തിലാണ് ഇവർ ധരിച്ചത്. കാരണം രണ്ടാളും മുഖാമുഖം കണ്ടുമുട്ടിയല്ലോ. അപ്പോ അതാണ് അവർ ധരിച്ചിരുന്നത്. ഇത് കണ്ട ചന്ദ്രഗുപ്തൻ കാണുകയാണ് ഇവർ പിന്തുടരുന്നു. ഒരു വലിയ കുന്തത്തിൽ ഭാരത സാമ്രാജ്യത്തിന്റെ പതാക ഉയർത്തിക്കാട്ടി വീശി. അതെന്തായിരുന്നു എന്നറിയോ? കിഴക്ക് ഭാഗത്ത് ഒളിപ്പിച്ചു നിർത്തിയിരുന്ന സൈന്യം പുറപ്പെടാനുള്ള ആഹ്വാനമായിരുന്നു. എല്ലാ പടയൊരുക്കങ്ങളും നടത്തിയിട്ടാണ് ഇതിനൊക്കെ ഇറങ്ങുന്നത്. മുന്നോട്ട് പോയാൽ അവിടെ, പിന്നോട്ടാ വരുന്നതെങ്കിൽ ഇവിടെ. അത്തരത്തിൽ പുതിയ സൈന്യത്തിന്റെ പടയണി ശബ്ദവും ഒരു വരവും കണ്ടപ്പോ പിന്നാലെ ഓടിക്കാൻ വേണ്ടി വന്ന അലക്സാണ്ടർ ചക്രവർത്തിയെ ഓടിക്കാൻ വന്ന അലക്സാണ്ടറുടെ പട്ടാളം അലക്സാണ്ടറും ഈ ഒരൊറ്റ കൊടി വീശിയതോടുകൂടി അപ്പുറത്തുനിന്ന് വരികയാണ് ടീം. ആ ചന്ദ്രഗുപ്തന്റെ സൈന്യത്തിന്റെ ആ വരവ്, പടയണി ശബ്ദവും വരവും കണ്ടതോടെ മാസിഡോണിയൻ സൈനികർ അക്ഷരാർത്ഥത്തിൽ വിറച്ചുപോയി. ഇതൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ ഒരു മൂവ് ചതുരംഗങ്ങളി പോലെയാണല്ലോ. തൻ്റെ അണികൾ സന്ദേഹിക്കുന്നത് കണ്ട് അലക്സാണ്ടർ അലറിക്കൊണ്ട് കുതിരപ്പുറത്ത് പാഞ്ഞു വരികയാണ്. അലറിക്കൊണ്ട് പാഞ്ഞു വന്നു. പടവെട്ടു ധീരരെ, അല്ലെങ്കിൽ പ്രാകൃതനായ ഇന്ത്യക്കാരന്റെ കൈകൊണ്ട് ദുർമരണം ഭരിക്കേണ്ടി വരും. ആ മരണം നമുക്ക് വീരചരമമല്ല. പോരാടൂ പോരാടൂ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുതിരപ്പുറത്ത്. അലക്സാണ്ടർ അണികൾക്കിടയിൽ മിന്നൽ പോലെ പാഞ്ഞു നടന്നു. രണാങ്കണം പിശാചിന്റെ നൃത്തവേദിയായി മാറി. തന്റെ ഭടന്മാർ തളരുകയാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. കാരണം ഈ വന്ന രണ്ട് സൈഡിൽ നിന്ന് വന്നവർ അതിഗംഭീരന്മാരാണ്. അവിടെ വളരെ എനർജിയോടുകൂടി നിൽക്കുന്ന ആ ടീമാണ് വന്നത്. താൻ ഇതേവരെ അഭിമുഖീകരിക്കപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും കരുത്തുള്ള സേനയും ബുദ്ധിയുള്ള സേനാധിപത്യവും ആണിതെന്ന് അലക്സാണ്ടർ തിരിച്ചറിഞ്ഞു. പെട്ടെന്നൊന്നും രക്ഷപ്പെടാൻ സാധ്യതയില്ല, മുന്നേറാൻ വലിയ പ്രയാസമാണെന്ന് അദ്ദേഹം തിരിച്ചറിയാം. അപ്പൊ അതാണ് ബുദ്ധിയുള്ള സേനയാണ്. ഞരമ്പുകളിലെ അവസാന തുള്ളി ഊർജവും പുറത്തെടുക്കുക. അലക്സാണ്ടർ അലറുകയാണ് തന്റെ ടീമിന്റെ ഇടയിൽ കിടന്ന് ചുറ്റിക്കൊണ്ട്.
അലക്സാണ്ടർ ഇടവും വലവും വെട്ടിക്കൊണ്ട് യുദ്ധച്ചുഴിയിലേക്ക് പാഞ്ഞു കയറി. ഒരു രക്ഷയുമില്ല, പറന്നങ്ങനെ വെട്ടുകയാണ്. എല്ലാവരും ചേർന്ന് അടിപിടിയല്ലേ. സമയം സന്ധ്യയായി. തീർന്നില്ല, യുദ്ധം ഇതൊന്നും അവസാനിക്കും തോന്നുന്നില്ല. അപ്പോഴാണ് അലക്സാണ്ടർ പങ്ക്തി വ്യൂഹം ഇറങ്ങട്ടെ എന്ന് പ്രഖ്യാപിക്കുകയാണ്. പങ്ക്തി വ്യൂഹം അലക്സാണ്ടർ കൽപ്പിക്കുകയാണ്. പിശാചിന്റെ സൈനികരാണ് അത്രേ അവർ. അത്ര മൃഗീയന്മാരാണ്, ഒന്നിനെയും കൂസാത്തവർ, ഒരു യുദ്ധത്തിലും ഇതേവരെ തോൽക്കാത്ത അവസാന പരാക്രമണ വിദ്വാൻമാരാണത്. അവരെ അങ്ങോട്ട് ഇറക്കുകയാണ്. നമ്മൾ അങ്ങനെയാണല്ലോ ഫുട്ബോളിൽ കാണാറില്ലേ നമ്മള്. യെസ്, അങ്ങനെ പിന്നെ പറയണ്ടല്ലോ അവിടെ നടക്കുന്നത് എന്താണെന്നുള്ളത്. ഇത്തരത്തിലുള്ള ആളുകൾ വന്നു കയറിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ചന്ദ്രഗുപ്തൻ ഉൾപ്പെടെ ഇന്ത്യൻ സൈന്യം പത്മവ്യൂഹം ഇതുവരെ കണ്ടിട്ടില്ല. ചന്ദ്രഗുപ്തൻ പോലും കണ്ടിട്ടില്ല. എന്തായി പങ്ക്തി വ്യൂഹം എന്ന് പറഞ്ഞാൽ. എല്ലാവരും പരിഭ്രാന്തരായി. അണികളിൽ മൗനം. ചന്ദ്രഗുപ്തൻ വിഷണ്ണനായി നിന്നുപോയി കുറച്ചു നേരത്തേക്ക്. അണികളിൽ മൗനം. ചന്ദ്രഗുപ്തൻ വിഷണ്ണനായി. പടക്കളത്തിന്റെ പടിഞ്ഞാറേ അരികിൽ ഉയരത്തിൽ കെട്ടിയ നിരീക്ഷണ ഗോപുരത്തിൽ ചാണക്യൻ ഇരിപ്പുണ്ട്. കറുത്ത ചാണക്യൻ ഇരിപ്പുണ്ട്. ഈ പങ്ക്തി വ്യൂഹം കറുത്ത ഇരുമ്പ് മാർച്ചട്ട, കറുത്ത കാലുറ, കറുത്ത ശിരോ കവചം, കണ്ണിന്റെ ദ്വാരങ്ങൾ മാത്രം പുറത്ത് കാണുന്നവരാണ് ആര്? ഈ പങ്ക്തി വ്യൂഹത്തിലെ ഭടന്മാർ. കറുത്ത രൂപങ്ങൾ. ആർത്തിരമ്പി പടക്കളത്തിലേക്ക്. എല്ലാവരും സ്തബ്ധരായിപ്പോയി. ഉടൻ ചാണക്യന്റെ ദൂതൻ വന്ന് ചന്ദ്രഗുപ്തന് കുറിമാനം കൊടുത്തു. അടുത്ത നീക്കം 500 വീതം വടക്കും തെക്കും നിൽക്കുന്ന പടയാളികൾ ഒരേ സമയം പടക്കളത്തിന്റെ നടുവിലേക്ക് പരസ്പരം ചേരട്ടെ. അത് കേട്ട ഉടനെ തീക്കൊളുത്തിയ പന്തങ്ങൾ. പങ്ക്തി വ്യൂഹത്തിലെ ഭടന്മാരുടെ വസ്ത്രങ്ങൾക്ക് തീ കൊളുത്തുക. എണ്ണമുക്കിയ തുണിപ്പന്തങ്ങൾ. മറുചേരിയിലെ ഭടന്മാരെ തീയമ്പുകൾ കൊണ്ട് തുളച്ചു കയറുകയാണ്. ഇവർ ഈ കന്തം വെച്ചിട്ട്, കാരണം ഇവരുടെ ഈ കറുത്ത ഡ്രസ്സ് ഇട്ടിട്ടുണ്ടല്ലോ, ആ ഡ്രസ്സിലേക്ക് നിമിഷ നേരം കൊണ്ട് മറുചേരിയിലെ ഭടന്മാർ പൊള്ളലേറ്റ് പിടയാൻ തുടങ്ങി. കാരണം എണ്ണയിൽ മുക്കിയ കുന്തത്താണ് കത്തിച്ചിട്ടുള്ളത്, തുണി ചുറ്റിയിട്ടുള്ള ആ കുന്തങ്ങളാണ് എറിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അത് ഇവരുടെ ശരീരത്തിൽ തുളച്ചു കയറുകയും തീ പൊള്ളുകയും ചെയ്യാണ്. ഒരിക്കലും തകരില്ലെന്ന് കരുതിയ തൻ്റെ പങ്ക്തവ്യൂഹം പച്ചമരത്തിന് തീ പിടിക്കുന്നത് പോലെ നിന്ന് കത്തുന്നത് കണ്ടപ്പോൾ അലക്സാണ്ടർക്ക് ബോധ്യമായി, ഇവിടം കൊണ്ട് തീരുകയാണ് തൻ്റെ ഇന്ത്യൻ സാമ്രാജ്യത്വ സ്വപ്നം. ഇവിടം കൊണ്ട് തീരുകയാണ്. ഇനിയിപ്പോൾ എങ്ങനെ സ്വന്തം ജീവൻ രക്ഷിക്കാമെന്ന് നോക്കണം. ആ അവസ്ഥയിലേക്ക് മാറുകയാണ്. നീങ്ങുന്നില്ല, ഒരിഞ്ച് മുന്നോട്ട് നീങ്ങുന്നില്ല. വിജയമില്ല, തോൽവി തന്നെ. അപ്പുറത്തും തോൽവികൾ ഉണ്ടെങ്കിലും മുൻതൂക്കം അപ്പുറത്താണ്. അലക്സാണ്ടറുടെ ആ ഒരു ഗാംഭീര്യത്തിലേക്ക് സാധനങ്ങൾ നീങ്ങുന്നില്ല. 2020 വണ്ടി ഓടുന്നതെന്ന് പറയില്ല നമ്മൾ. ആ ലെവലിലേക്ക് പോയി. ഇനിയിപ്പോൾ എങ്ങനെയും സ്വന്തം ജീവൻ രക്ഷിക്കണം. അവിടെ വരെ എത്തി അലക്സാണ്ടറുടെ വീര്യം. നോക്കൂ ഫ്രണ്ട്സ്, 2 രാത്രിയും 2 പകലും വിരാമമില്ലാതെ നടത്തിയ യുദ്ധം. ഒരു യന്ത്രം, ഒരു തന്ത്രം ചാണക്യന്റെ. ഇതെല്ലാം, ഈ തന്ത്രം മുഴുവനും ചാണക്യന്റെ ബുദ്ധിയായിരുന്നു. അലക്സാണ്ടർ പിന്മാറാനുള്ള ശ്രമമാണെന്ന് ചന്ദ്രഗുപ്തന് മനസ്സിലായി. ചന്ദ്രഗുപ്തന്റെ കിരാത സൈനികരെ ഇറക്കി. അവിടെ നമ്മൾ പങ്ക്തി വ്യൂഹം കണ്ടപ്പോ ഓരോരുത്തർക്കും ഉണ്ടല്ലോ ഇത്. കിരാത സൈനികർ ഇറക്കി പിന്മാറുന്ന അലക്സാണ്ടറെ പിന്തുടർന്ന് ആക്രമിക്കുക. ഒടുവിൽ പർവ്വതാകാരനായ വിക്രമശില അലക്സാണ്ടറുടെ വഴി തടഞ്ഞു. അലക്സാണ്ടർ പിന്മാറി. അവിടെ വെച്ച് നമ്മളെ വിക്രമശില, ഞാൻ പറഞ്ഞില്ലേ ആ കുതിര, അവിടെ വെച്ച് തടയുകയാണ്. തമ്മിൽ വാഗ്വാദങ്ങൾ തുടങ്ങി. ചന്ദ്രഗുപ്തനും അലക്സാണ്ടറും തമ്മിൽ വാഗ്വാദങ്ങളാണ്. അലക്സാണ്ടറുടെ പെട്ടെന്ന് തന്നെ അലക്സാണ്ടറെ കുന്തമെടുത്ത് ചന്ദ്രഗുപ്തനെ അങ്ങോട്ട് എറിയുകയാണ്. കുന്തമേറിൽ നിന്നും ഒഴിഞ്ഞു മാറിയ ചന്ദ്രഗുപ്തൻ ഉടൻ ഒരു വാള് ചുഴറ്റി എറിഞ്ഞു.
ആ വാൾ അലക്സാണ്ടറുടെ നെഞ്ചിന് നേരെ പാഞ്ഞു ചെല്ലുന്നതും അലക്സാണ്ടർ കുതിരപ്പുറത്ത് നിന്ന് നിലംപതിക്കുന്നതും അംഗരക്ഷകന്മാർ അദ്ദേഹത്തെ താങ്ങിയെടുക്കുന്നതും കണ്ടു. പിന്നീടെല്ലാം അവ്യക്തം. ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ആ ഒരു ആള് നേരെ പോയ നെഞ്ചിലേക്ക് കൊള്ളുകയും കുതിരപ്പുറത്തങ്ങോട്ട് വീഴുകയാണ് ആ ഫോഴ്സിൽ. അങ്ങനെ ഭടന്മാരെടുത്ത് കൊണ്ടുപോവുകയാണ്. പിന്നീടെല്ലാം അവ്യക്തം എന്നാ പറയുന്നത്. അപ്പോ സൈനികർ ആർത്തുലച്ചു, അലക്സാണ്ടർ മരിച്ചു, അലക്സാണ്ടർ മരിച്ചു. ആര്? ചന്ദ്രഗുപ്തൻ ചാരന്മാരെ വിളിച്ച് ഈ വാർത്ത നാട് മുഴുവനും മാസിഡോണിയൻ പട്ടാള ക്യാമ്പുകളിലും പ്രചരിപ്പിക്കണം. അതും ഒരു തന്ത്രമാണ്. എന്താണ്? ബാക്കിയുള്ള ഭടന്മാരുടെ വീര്യം ചോർത്തുക എന്നുള്ളതാണ്. പല ക്യാമ്പുകളിലുമില്ലേ, ഇദ്ദേഹം മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ശക്തി പോയില്ലേ. അതായിരുന്നു ലക്ഷ്യം. പക്ഷേ തൻ്റെ പ്രിയ നേതാവിൻ്റെ കിടപ്പ് കണ്ട് സൈനിക തലവൻ വിതുമ്പി. മരിച്ചിട്ടില്ല, ഉടൻ തന്നെ പിന്മാറണം. ചന്ദ്രഗുപ്തന്റെ സൈന്യം ഓടിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ബാബിലോണിയയിലേക്ക് പിന്മാറണം. പക്ഷെ ഏതു വഴി പോകും? ഖൈബർ ചുരം അവർ അടച്ചിരിക്കുകയാണ്. സിന്ധുവിന്റെ തീരത്തുകൂടി കൊള്ളാച്ചി എന്ന് പറഞ്ഞ് ഇന്നത്തെ കറാച്ചി തുറമുഖം വഴി കപ്പലിൽ കയറ്റിയിട്ട് പോകണം. അതാണ് ഐഡിയ. സൈന്യത്തലവൻ പറയാണ്, എൻ്റെ സൈന്യത്തിന്റെ സംരക്ഷണത്തിൽ യാഥാർത്ഥ്യ അലക്സാണ്ടറെ ഞാൻ കറാച്ചി തുറമുഖത്തേക്ക് എത്തിക്കും, നദീ തീരത്തിലൂടെ എത്തിക്കും. അതേസമയം മറ്റൊരു അലക്സാണ്ടറെ കരമാർഗം ഇതേപോലെ മഞ്ചലിൽ കിടത്തി ബാബിലോണിയയിലേക്ക് കരമാർഗം കൊണ്ടുപോകണം. ഏതാണ് യാഥാർത്ഥ്യം എന്നറിയാതെ രണ്ട് സൈന്യത്തെയും ഒരേ സമയം ചന്ദ്രഗുപ്തനെ ആക്രമിക്കേണ്ടി വരും. അവരുടെ ആ സന്ദേഹത്തിനിടയിൽ നമുക്ക് തുറമുഖത്തെത്താനുള്ള സമയം ലഭിക്കും. നോക്കൂ ഫ്രണ്ട്സ്, ഐഡിയ. പണ്ട് ഇത് എനിക്ക് ഓർമ്മ വരുന്നത്, കോഴിക്കോട്, ഞാൻ കോഴിക്കോടുള്ള സമയത്ത് മാനാഞ്ചിറ, ഇന്നത്തെ മാനാഞ്ചിറ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പൂങ്കാവനല്ലേ, അത് മറ്റേ ഗ്രൗണ്ട് ആയിരുന്നു, സമ്മേളന നഗരിയാണ്. ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ഇന്ദിരാഗാന്ധി വന്ന് പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേ എത്രയാ ഇന്ദിരാഗാന്ധിമാരാ വന്നിറങ്ങുകയെന്നറിയോ. എല്ലാവരും സൈലൂട്ടൊക്കെ കൊടുത്തിങ്ങനെ സ്വീകരിച്ച് നിൽക്കുന്നു. അപ്പോൾ ഒന്നും സ്റ്റേജിലേക്ക് ഇന്ദിരാഗാന്ധി എത്തിയില്ല. അതാ വേറൊരു വണ്ടി വരുന്നു, എല്ലാവരും കൂടി മാറി നിൽക്കുന്നു, എല്ലാം മാറി നിന്നോളൂ എന്ന് പറഞ്ഞു വെക്കുന്നു, എല്ലാവരും സൈലൂട്ട് കൊടുക്കുന്നു. അവിടെ നിന്ന് ഒരു സ്ത്രീ ഇറങ്ങുന്നു, ഏതോ ഒരു സ്ത്രീ, ഏതിലാണെന്ന് അറിയില്ല, 3, 4, 5 നാടകങ്ങൾ കളിക്കും. അതിനുശേഷം അവസാനം എന്താ സ്ത്രീ എന്നറിയാ, ഞങ്ങൾ നിന്ന ഭാഗത്തുകൂടിയാണ് ഇന്ദിരാഗാന്ധി കാർ വന്നിട്ട് ഇറങ്ങുന്നത്. ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. അതാണ് തന്ത്രം. കാരണം എല്ലാ അറ്റാക്കിൽ നിന്നും രക്ഷപ്പെടുകയാണല്ലോ. അതുകൊണ്ടാണ് ആ തരത്തിൽ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുപോലെ നോക്കൂ, ഇവിടെ കണ്ട, അത് എനിക്ക് അന്നേരം ഓർമ്മ വന്ന്, ഇത് വായിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്ന അതാണ്. 2 റൂട്ടിലൂടെ കൊണ്ടുപോവുകയാണ്. കാരണം എങ്ങനെയും അദ്ദേഹത്തെ കടത്തണം. ഇവിടെ വെച്ച് അപകടം ഉണ്ടാവാൻ പാടില്ല. കാരണം വല്ലാത്ത അപകടത്തിലെത്തി ബാബിലോണിൽ എത്തിക്കണം. അപ്പൊ അതിനാണ്. നോക്കൂ, ആ സമയം കൊണ്ട് നമുക്ക് അവിടെ എത്താം. ഉടൻ ചാണക്യൻ ഇടപെടുന്നു. സത്രാബി ഫിലിപ്പ് നയിക്കുന്നത് ഏതാണോ അതാണ് യഥാർത്ഥ അലക്സാണ്ടർ. സത്രാബി ഫിലിപ്പ് എന്ന് പറഞ്ഞാൽ കാരണം എന്താ പറയുക, ഇവർ തമ്മിൽ നമ്മുടെ അലക്സാണ്ടറും സത്രാബി, അത് മിലിറ്ററി ക്യാപ്റ്റനാ, മിലിറ്ററിയുടെ ചീഫ് അല്ലേ, ഇവർ തമ്മിൽ വല്ലാത്ത അടുപ്പമാണ്. അതുകൊണ്ടാണ് ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ കൊണ്ടുപോകും എൻ്റെ ടീം എന്ന്. സൈന്യത്തലവൻ, ആ സൈന്യത്തലവനാണ് സത്രാബി ഫിലിപ്പ്. അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളതാണ് ഒറിജിനൽ, മറ്റത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. ചാണക്യൻ അപ്പോഴത്തേക്ക് കണ്ടെത്തി കഴിഞ്ഞു. അത് പ്രകാരം തന്നെ ആരും സംശയിച്ചില്ല. ഉടൻ സൂര്യകുമാറിന്റെ നേതൃത്വത്തിൽ അടുത്ത വേറൊരു ടീമാണ് ഇത്, ഓരോരോ ബറ്റാലിയനില്ലേ, ചാവേറുകളാകാനുള്ള 5 പേർ തയ്യാർ. ഇനി അതേ രക്ഷയുള്ളൂ. ആ ക്യാമ്പ് പോയിട്ട് ചാവേറായി മരിക്കുക കംപ്ലീറ്റ് എല്ലാവരെയും. 5 പേർ തയ്യാർ. സത്രാബിയും അലക്സാണ്ടറും ജീവനോടെ നമ്മുടെ മാതൃഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിക്കൂടാ. സൈന്യത്തിലേക്ക് നുഴഞ്ഞു കയറാൻ 5 മാസിഡോണിയൻ ഭടന്മാരുടെ വസ്ത്രങ്ങൾ വേണം. മരിച്ചു കിടക്കുന്ന മാസിഡോണിയൻ സൈനികന്മാരുടെ ഡ്രസ്സ് എടുക്കുകയാണ്. അങ്ങനെ പറന്ന് കൊളാച്ചിയിൽ എത്തുമ്പോഴത്തേക്ക് സൈന്യം കണ്ടത് അലക്സാണ്ടറെ ആഡംബര കപ്പലിൽ ചുവന്ന പട്ട് വിരിച്ച മഞ്ചലിൽ എടുത്തു കയറ്റുന്നതാണ്. അപ്പോഴാണ് അവരവിടെ എത്തുന്നുള്ളൂ. സൂര്യനും കൂട്ടും എടുത്തു കയറ്റുന്നതാണ്. സൂര്യനും കൂട്ടരും ആ കാഴ്ച കണ്ട് നിരാശരായി. കപ്പൽ അകന്നകന്ന് നീങ്ങുന്നു. അസമയത്താത്തിയത്. അതുകൊണ്ട് അലക്സാണ്ടർ രക്ഷപ്പെട്ടു, ഇവിടുന്ന് മരിച്ചില്ല. പക്ഷേ സത്രാബി ഫിലിപ്പ് പോയിട്ടില്ല. അദ്ദേഹം വളരെ സംതൃപ്തനാണ്.
കാരണം തൻ്റെ രാജാവിനെ ഇവിടുന്ന് രക്ഷിച്ച് കടത്തിവിട്ടല്ലോ എന്ന് സന്തോഷിച്ച് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഈ സൈന്യങ്ങൾ. അങ്ങനെ തന്നെ സൂര്യകുമാർ വാൾപൂരി ഫിലിപ്പിൻ്റെ മാറിലേക്ക് ആ വാള് ആഴ്ന്നിറക്കി. ഹൃദയം മുറഞ്ഞു. സത്രാവി പിടഞ്ഞു വീണു. പിന്നീട് ശേഷിച്ച അലക്സാണ്ടർ സൈന്യത്തിൻ്റെ പൊടി പോലും കാണാനില്ല. ഇങ്ങനെ അവർ തിരിച്ചു വരികയാണ്, മടങ്ങി വരികയാണ്. ഇങ്ങനെയായിരുന്നു നമ്മുടെ അലക്സാണ്ടർ ഇന്ത്യ വിട്ട് പോയത് എന്ന് ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നു. പക്ഷെ ഞാനിത് എടുക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും അതിഗംഭീരമായത് ഇത് ഒന്നുമില്ല കേട്ടോ, ഇത് വളരെ ചുരുക്കമാണ് ഞാൻ പറഞ്ഞത്. ഇനിയും ധാരാളം ഉണ്ട്. അതിൽ ഓരോരോ ചാപ്റ്ററിൽ ഓരോരോ സാധനങ്ങൾ പറയാണ്, പലതിനെ പറ്റിയിട്ട്. ഇന്ത്യയിലെ മഹാരാജാക്കന്മാരുടെ കൊള്ളരുതായ്മകൾ, യൂണിറ്റി ഇല്ലായ്മ, അതുകൊണ്ടാണല്ലോ ഇതൊക്കെ സംഭവിച്ചത്. ആരൊക്കെയാണ് നമ്മൾ അതുകൊണ്ട് ആക്രമിക്കാൻ വന്നിട്ടുള്ളത്? അലക്സാണ്ടർ, മുഹമ്മദ് ബിൻ കാസിം, മുഹമ്മദ് ഗോറി, ഇബ്രാഹിം ലോധി, പിന്നെ അലാവുദ്ദീൻ ഖിൽജി, മുഗളന്മാർ, ഇങ്ങനെയൊക്കെ വന്നത് എന്തുകൊണ്ടാണെന്നറിയോ? 2300 വർഷത്തിലെ കാര്യമായി പറയുന്നതൊക്കെ. ലോകത്തിലാദ്യമായി ഒരു നിയമസംഹിത ഉണ്ടാക്കണമെന്ന് അർത്ഥശാസ്ത്രം, അത് ചാണക്യനാണ് എഴുതിയുണ്ടാക്കിയത്. അർത്ഥശാസ്ത്രം, അതിലെല്ലാം ഭരണഘടന എങ്ങനെ വേണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള അർത്ഥശാസ്ത്രത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പഴയ കാലത്ത് നമ്മൾ ഇവരോടും ഇവിടെ ഇൻട്രൂഡേഴ്സ് വന്നത് എല്ലാവരോടും തന്നെ ചേർത്ത് നിന്ന് എത്രയോ വലിയ വലിയ ആളുകളില്ലേ? മഹാറാണ പ്രതാപ് സിംഗ്, പൃഥ്വിരാജ് ചൗഹാൻ, ഛത്രപതി ശിവജി, റാണി ലക്ഷ്മിബായ്, റാണി കൃപാവതി, പൗരവ മഹാരാജാവ് പോറസ് എന്ന് പറയും. ഇങ്ങനെ ആരൊക്കെ എന്തൊക്കെ തരത്തിൽ ഇവരെയൊക്കെ മുട്ടിയാന്നറിയോ? പക്ഷേ എങ്കിലും ആ കൂട്ടായ്മയില്ലായ്മ പല രാജ്യങ്ങളിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ വരേണ്ടി വന്നത്. എല്ലാവരും ഒന്നിച്ചു നേർന്നിരുന്നെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ലായിരുന്നു ഇന്നും നമ്മളുടെ. അതുകൊണ്ട് തന്നെ നമ്മളുടെ എന്താ ചെയ്യുന്നത്, ഇവരെല്ലാം തന്നെ നമ്മളുടെ എല്ലാ സ്വത്തുക്കൾ എന്ന് പറയുന്നതായ നമ്മളെ ലൈബ്രറികൾ, ഗ്രന്ഥങ്ങൾ, ഇതെല്ലാം തീയിട്ട് കളഞ്ഞില്ലേ? ഒന്നും വേണ്ടെന്നും ഉള്ള ലെവലിലേക്ക്. സംസ്കൃതം കംപ്ലീറ്റ് പാടില്ലെന്നും അങ്ങനെയാണല്ലോ പിന്നെ ഇംഗ്ലീഷിലേക്ക് കയറി വരുന്നത് പറയാണ്. പഴയ കാലത്തെ എല്ലാ ചരിത്രങ്ങളും രേഖകളും നശിപ്പിച്ചു കഴിഞ്ഞില്ലേ? എന്തെല്ലാം മരുന്നുകൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ താളിയോലകളൊക്കെ എല്ലാം അങ്ങനെ കംപ്ലീറ്റ് അങ്ങോട്ട് പോയത് ഈ തരത്തിൽ ഈ യോജിപ്പില്ലായ്മ നിന്നതുകൊണ്ട് ഇവരെല്ലാം തന്നെ കയറി വന്ന് ഓരോരോ സെൻറ്ററിൽ ഓരോരോ കാലങ്ങളിൽ വന്നു. ഇതാ അലക്സാണ്ടർ പോയി, അതാ വരുന്നു, അടുത്തത് ബ്രിട്ടീഷുകാർ വന്നില്ലേ, ഇങ്ങനെ വരുന്നു പറയുന്ന. അപ്പം ഇത് വായിച്ചപ്പോൾ എനിക്ക് നല്ല രസം തോന്നാൻ കാര്യം, എന്താ തന്ത്രങ്ങൾ, ഒരു യുദ്ധതന്ത്രങ്ങൾ നോക്കൂ, എങ്ങനെയൊക്കെയാണ് നേരിടുന്നത്. ഇത് ഞാൻ രത്നചുരുക്കമാണ്, ഗംഭീരമായിട്ട് പറയുന്നുണ്ട് ഇതിൽ നിന്ന് എല്ലാം നമുക്ക് പറയാൻ സമയമില്ലാത്തതുകൊണ്ട്. അത്ര രസകരമാണ് ഗുരു ചാണക്യൻ എന്ന് പറഞ്ഞിട്ടൊരു ബുക്കിൽ. അത് എനിക്ക് നല്ലൊരു പ്രയോജനം തോന്നി. അതുപോലെ തന്നെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്, മണികർണിക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡ്രാമ ഇപ്പം അടുത്ത് ഇവിടെ വടകരയിൽ കളിച്ചിരുന്നു. തിരുവനന്തപുരം സൗവർണിക തിയേറ്റേഴ്സിൻ്റെയാണ്. ഗംഭീരമായിരുന്നു. അതും നല്ലൊരു ഡ്രാമയായിരുന്നു. നമ്മളെ റാണ പ്രതാപ് സിംഗ് അല്ല എന്തായിരുന്നു, നമ്മളെ ഞാൻ പറയാം റാണി ലക്ഷ്മിബായിനെ പറ്റിയിട്ടായിരുന്നു. അവർ യുദ്ധത്തെ നേരിട്ടതിനെ പറ്റിയിട്ടുള്ള ഒരു സംഗ്രഹം, പക്ഷേ രസകരമായിട്ട് അവർ അവതരിപ്പിച്ചു പോയി തിരുവനന്തപുരത്തുള്ള. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയാണ് എനിക്ക് നമ്മുടെ ഈ വിക്രമശിലയെ പറ്റി പറയുവാനുള്ളത്. ഇനിയും ധാരാളമുണ്ട്, സമയമില്ല, അതുകൊണ്ട് ഞാൻ ചുരുക്കിയതാണ്. താങ്ക് യു വെരി മച്ച്. എന്നെ കേട്ടിരുന്ന നിങ്ങൾ ഓരോരുത്തർക്കും അഭിനന്ദനങ്ങൾ. താങ്ക് യു വെരി മച്ച്. സാബു സാർ, താങ്ക് യു. സാബു സാറല്ലേ അവിടെ? എവിടെ പോയി സാബു സാർ? ആ ഉണ്ടായിരിക്കും, ഏതാണേലും പറ്റ. ഞാൻ എന്റെ അഭിപ്രായം ഒക്കെ പറയട്ടെ. ജ്യോതികുമാർ സാറേ, രോമം എല്ലാം ഇങ്ങനെ എഴുന്നു നിൽക്കുക. ഇനി 10 കൊണ്ടുവരും ഇതെല്ലാം ഒന്ന് അടിച്ചു താത്താനായിട്ട്. എന്ത് രോമാഞ്ചം, എന്ത് സുന്ദരമായ പ്രസന്റേഷൻ, ഇത്രയും നല്ലൊരു വിവരങ്ങള് നമുക്ക് ശരിക്കും അങ്ങ് വല്ലാതെ കോൾമയിൽ കൊള്ളുന്നു. എന്താണ് ആ വികാരം എന്ന് പറഞ്ഞാൽ ശരിക്കും ചാണക്യതന്ത്രത്തെ കുറിച്ച് ഇത്രയൊന്നും ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു സർ, നല്ലൊരു പ്രസന്റേഷൻ. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. താങ്ക് യു സർ. ഓക്കെ സാറേ നമസ്കാരം. നമസ്കാരം സർ. ഞാൻ അല്പം വൈകിയാണ് കയറിയതെങ്കിലും എനിക്കൊരു നഷ്ടബോധം തോന്നുകയാണ്. എന്ത് എനർജി ആയിരുന്നു സാറിന്റെ
നമ്മൾ യുദ്ധത്തിൽ പങ്കെടുക്കുന്നവരൊക്കെ തോന്നിയല്ലേ ആ കറക്റ്റ്. രംഗത്തൊക്കെ നമ്മൾ ആക്റ്റീവായിട്ട് രംഗത്തുണ്ടെന്നുള്ളൊരു ഫീല് തരാൻ സാധിച്ചു സാറിന്. അത് തന്നെയാണ് നമ്മുടെ ചരിത്രമൊക്കെ വായിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ എന്താ കോൾമയിൽ കൊള്ളുന്ന അവതരണമായിരുന്നു സാറിൻ്റെത്. അതെടുത്ത് പറയേണ്ടിയിരിക്കുന്നു. പിന്നെ ഏതായാലും കുറച്ച് പാട്ടുകളോടൊക്കെ ചേർക്കുവാണെങ്കിൽ നല്ലൊരു കഥാപ്രസംഗത്തിന്റെ എഫക്റ്റ് ഉണ്ടാകുമായിരുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ എല്ലാവരെയും പിടിച്ചിരുത്തി എനർജി ആയിരുന്നു. അതാണ്. താങ്ക് യു വെരി മച്ച്. നീ റെക്കോർഡ് കേൾക്കാം, അല്ലാതെ അല്ലെങ്കിൽ നഷ്ടമാകും. താങ്ക് യു സർ. താങ്ക് യു സർ. സാർ പറയൂ. ജ്യോതികുമാർ സാർ, കുറെ ദിവസങ്ങൾക്ക് ശേഷമാണെങ്കിലും ഈ പ്ലാറ്റ്ഫോം ഇന്ന് ഒരു ഭയങ്കര സന്തോഷമാണ് നൽകിയത്. സാർ തുടങ്ങിയപ്പോ ഇത് എങ്ങോട്ടാ പോകുന്നൊരു പിടികിട്ടാതെയാണ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. പക്ഷെ നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് വിട്ടുപോകാതിരുന്നത് കൊണ്ട് കേരള സ്ഥലത്ത് ചെന്നപ്പോൾ തന്നെ കൊണ്ടുപോകാൻ കഥയിലേക്ക് തന്നെ കയറി. ഡിസ്റ്റർബൻസ് ഉണ്ട്. ഡിസ്റ്റർബൻസ് ഉണ്ട്. ഹലോ, അനിൽകുമാർ സാറിന്റെ ആണെന്ന് തോന്നുന്നു. സാർ ഒന്ന് മ്യൂട്ട് ചെയ്യോ? സാറേ കേൾക്കാവോ? കേൾക്കാം സാർ. കേൾക്കാവോ? കേൾക്കാം. ഇത് നല്ല ഒരു ചരിത്ര കഥയാണ്. ഞാനിത് വായിച്ചിട്ടില്ല, എങ്കിലും സാറിന്റെ പ്രസന്റേഷൻ അതിമനോഹരമായിരുന്നു. ആ കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിച്ചു. ചന്ദ്രഗുപ്ത മൗര്യയെ കുറിച്ച് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളൊക്കെ. പക്ഷെ അദ്ദേഹത്തെ ഓർക്കുവാനും ഈ അദ്ദേഹത്തിന്റെ തന്ത്രങ്ങളും മറ്റുള്ളവരുടെ ഈ യുദ്ധത്തിൽ തന്നെ ആ മനോവീര്യം, എതിർ സൈന്യത്തിന്റെ മനോവീര്യം നശിപ്പിക്കാൻ വേണ്ടുന്ന ആ തന്ത്രം ഒക്കെ പുള്ളി പറഞ്ഞു കൊടുക്കുകയും ആ തന്ത്രത്തിൽ കൂടി നമ്മുടെ രാജാവിനെ വിജയിപ്പിക്കാൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ കഴിവാണ്. എന്തായാലും ആ കഴിവ് നമ്മുടെ ജ്യോതികുമാർ സാർ നല്ല രീതിയിൽ തന്നെ അവിടെ അവതരിപ്പിച്ചു. എല്ലാവരും വളരെയധികം ശ്രദ്ധയോടുകൂടി ഇത് കേൾക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. സാറിന് എല്ലാവിധ ആശംസകളും തീർക്കാണ്. ഓക്കെ, താങ്ക് യു സർ. സാർ പറഞ്ഞു തീർന്നില്ലായിരുന്നു തോന്നുന്നു. അനിൽകുമാർ സാർ ഒന്ന് മ്യൂട്ട് ചെയ്യണേ, സൗണ്ട് വരുന്നുണ്ട്. അനിൽകുമാർ സാർ ഒന്ന് മ്യൂട്ട് ചെയ്യോ പ്ലീസ്? ഹലോ, കേൾക്കാമോ സാർ? കേൾക്കാം സാർ. എന്തോ ഡിസ്റ്റർബൻസ് തോന്നുന്നു. എനിക്ക് ടോട്ടൽ ഡിസ്റ്റർബൻസ്. ഓക്കെ സാർ, ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, സാർ ഈ നായാട്ടിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ചുറ്റുമുള്ള ബുഷുകളിൽ അടിച്ചടിച്ചടിച്ച് നമ്മുടെ ശ്രദ്ധ മുഴുവൻ ആ മുയൽ ചാടുന്ന വലിയ കഥയിലേക്ക് കൊണ്ടുവന്നു. അതൊരു പ്രത്യേക കഴിവാണ് സാറിൻ്റെ. ഒരു നോവലിലൂടെ കടന്നു പോകുന്നതിനേക്കാൾ നാം എല്ലാവരും ഓരോ പടയാളികളായി ഓരോ നിമിഷവും മുന്നോട്ട് പോവുകയായിരുന്നു. വളരെ കാലമായി ചാണക്യന്റെ തന്ത്രത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചാണക്യന് ഇത്രയും വലിയ തന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ടായിരുന്നു എന്നുള്ളത് സാറാണ് നമുക്ക് തന്നത്. ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടില്ല, പല ഏടുകൾ അവിടുന്ന് ഇവിടുന്നും കിട്ടിയിട്ടുണ്ട് എങ്കിൽ പോലും നീട്ടിക്കൊണ്ട് പോകുന്നില്ല. വളരെ രസകരമായിരുന്നു. ഒരു ചരിത്ര സംഭവത്തിന്റെ സത്യസന്ധമായ മുഹൂർത്തങ്ങൾ കൂട്ടിച്ചേർക്കാൻ ഒരു രസച്ചരട് പൊട്ടിക്കാതെ തന്നെ സാറ് കൊണ്ടുവന്നു. എനിക്ക് തോന്നി വീണ്ടും സാർ ഒരു 10 മിനിറ്റ് എടുത്ത് മറ്റെന്തോ പറയാനുള്ള തുടക്കത്തിലാണെന്ന്. പക്ഷെ അത് പറയാതെ തന്നെ സാറിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കുറെ കൂടി പുറത്തേക്ക് കൊണ്ടുവന്നു. ഞാൻ എൻ്റെ ബുക്കിൽ ഒന്ന് നോട്ട് ചെയ്ത് ഇത്ര മാത്രമാണ്: സൈന്യം കിഴക്ക് നിന്ന് വരുന്നു എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് ചാടി വരുന്നത് പടിഞ്ഞാറ് നിന്നാണ്. അതൊരു വലിയ തന്ത്രമാണ്. ആ തന്ത്രം അദ്ദേഹം അവിടെ ഉപയോഗിക്കുന്നു. വീണ്ടും വിക്രമശിലയുടെ കാര്യം പറഞ്ഞത് അടുത്ത തന്ത്രം തന്നെയാണ്. ആ ശിലയിലേക്ക് നദിയിലൂടെ കുറെ പേരെ മുന്നോട്ട് കൊണ്ടുപോയി ശ്രദ്ധ മുഴുവൻ അങ്ങോട്ട് എത്തിക്കുകയും അവരെ ശരിക്കും ഒരു കുഴിക്കകത്താക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന
ആ രംഗങ്ങളൊക്കെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. അവിടെ ചത്തു വീഴുന്ന ഓരോ പടയാളിക്കും നഷ്ടപ്പെടുന്നത് ഓരോ വൻ കുതിരയായിരുന്നു. ആ കുതിര പിന്നെ അലക്സാണ്ടറുടെ കുതിര തൻ്റെ ശത്രുവിൻ്റെ കയ്യിലേക്ക് എത്തുന്ന രംഗം വളരെ ദുഃഖത്തോടു കൂടിയാണ് അദ്ദേഹം കണ്ടത്. നമ്മുടെ മനസ്സിനെ ദ്രവീകരിക്കുന്ന അലക്സാണ്ടറുടെ പരാജയത്തെക്കുറിച്ചോ ഒന്നുമല്ല, ആ എഴുത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പടയാളി ചത്തു വീഴുന്നു, ആരും മൈൻഡ് ചെയ്യുന്നില്ല, പക്ഷെ ആ കുതിരയെ എനിക്ക് വേണം, എൻ്റെതാണ് ആ കുതിര. ആ കുതിര ശത്രുപക്ഷത്തേക്ക് നീങ്ങുന്ന ചിത്രം നമുക്ക് കാണാൻ കഴിയും. അവസാനമായിട്ട് പരാജയത്തിന്റെ രുചി അറിയുന്ന ആ നിമിഷം അലക്സാണ്ടർ നേരിടുകയാണ്. താൻ എറിഞ്ഞ കുന്തം എവിടെയോ പോയി, പക്ഷെ അലക്സാണ്ടറുടെ നെഞ്ചിലേക്ക് ഏറ്റ വാൾ ഒരു ചോരപ്പുഴ പോലെ ഒഴുകി അതിലമരുന്ന രംഗം. സത്യത്തിൽ ഒരു തുള്ളി കണ്ണുനീര് വീണോ എന്നൊരു സംശയം കൂടി. ഇത്ര ഹൃദയവർജ്യമായിട്ട് സാറിന് അത് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് എനിക്കിത് കയറാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ വളരെ സങ്കടം തോന്നുമായിരുന്നു. നല്ലൊരു കഥ നല്ല രീതിയിൽ അവതരിപ്പിച്ചു, എല്ലാവരുടെയും ഉള്ളിൽ തറച്ചു. താങ്ക് യു സർ, താങ്ക് യു. താങ്ക് യു ഉലകണ്ണൻ. സാർ ഞാനൊന്ന് പറഞ്ഞോട്ടെ? പറയൂ. താങ്ക് യു സാർ. ജ്യോതികുമാർ സാർ കുറച്ച് നാളുകൾക്ക് ശേഷം ഇത്ര നല്ലൊരു കഥ പറയാനാ കാത്തിരുന്നതെന്ന് മനസ്സിലായി. പറയാതെ വയ്യ. ഞാനിങ്ങനെ ഓർത്തു, ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ എന്ന് പാടിയതുപോലെ നമ്മുടെ ചരിത്രം ഇത്ര വലിയ മഹത്വമുള്ളതാണല്ലോ. ആ നവരത്നങ്ങളെ കുറിച്ച് പറഞ്ഞത്, ആ വിദ്വത് സദസ്സിനെ കുറിച്ച് പറഞ്ഞത്, നമ്മുടെ പൂർവികരായ ഭാരത ചരിത്രം എന്ന് നോക്കിയാല് പണ്ടത്തെ പൗരാണിക ഭാരതത്തിനാണ് ഇന്നത്തെ ഭാരതത്തെക്കാൾ കൂടുതൽ ഒരുപക്ഷെ പ്രശസ്തിയും അംഗീകാരവും ലോകത്തൊക്കെ ഉണ്ടായത്. അതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു. അതുമാത്രമല്ല, സജീവ കഥാപാത്രങ്ങൾ, അവരോടൊപ്പം നമ്മൾ കൂടെ നിന്ന് യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ഒരു അനുഭവം തോന്നിപ്പിക്കുന്ന വിധത്തിലായിരുന്നു സാറിൻ്റെ പ്രസന്റേഷൻ. പ്രത്യേക അഭിനന്ദനങ്ങൾ സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു. മ്യൂട്ടാണ് അബ്ദുകുമാർ സർ, മ്യൂട്ടാണ്. വളരെ ആത്മാർത്ഥതയും ധീരതയുള്ള ഒരു കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ സാറിന് സാധിച്ചു. അന്ന് ജീവിക്കാൻ പറ്റിയില്ലല്ലോ എന്നാണ് ഇപ്പോഴത്തെ ആളുകളുടെ ഇടയ്ക്ക് ജീവിക്കേണ്ടി വന്നതിലുള്ള പ്രയാസമാണ് ഇപ്പൊ എനിക്കുള്ളത്. ഓക്കെ, നന്ദിയുണ്ട്, നമസ്കാരമുണ്ട്, നല്ല ക്ലാസ്സായിരുന്നു. താങ്ക് യു സർ. താങ്ക് യു. ഇവിടെ ഒന്നും പറയുന്നില്ല. കേട്ടിട്ടില്ല സാറേ. അബ്ദുൾ റഹ്മാൻ സർ. ജ്യോതികുമാർ സാർ വളരെ എഫക്റ്റീവായിട്ട് പ്രസന്റേഷൻ നടത്തി. ഈ ചരിത്രങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് നമ്മൾ പുതിയ തലമുറകൾക്കൊക്കെ ആവേശം നൽകാൻ ഇത്ര കഥകൾ പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്നത് ആവശ്യമാണ്. സാർ ഇനിയും നല്ല കഥകളായിട്ട് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ സാറിന് കാര്യം ചോദിക്കാനുള്ളത്, സാർ ഒരു ക്ലാസ് എടുത്തിരുന്നു ഈ പ്ലാറ്റ്ഫോമില് ഈ ജീവിത വിജയത്തെ കുറിച്ചുള്ള. അത് ഞാൻ കുറെ സെർച്ച് കിട്ടിയില്ല. സാറിന്റെ അടുത്ത് ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു തരുമോ? ഇതാണ് സാറിന്റെ ഈ പ്ലാറ്റ്ഫോമിൽ ആദ്യമായിട്ട് കേൾക്കുന്നില്ലല്ലോ. ആദ്യമായിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ എടുത്ത ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. നമ്മുടെ അതില് നമ്മളെ എല്ലാ ക്ലാസ്സും സാറിന്റെ നമ്മുടെ സാബു കേരളം സാറിന്റെ ഇതിൽ കയറിയാൽ കിട്ടും. നമ്മ യൂട്യൂബിൽ പോയാൽ മതി, സാബു കേരളം അടിച്ചാൽ മതി.
കേൾക്കുന്നില്ല. സാർ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് സാർ വളരെ ദൂരേന്ന് പറയുന്ന പോലെ ഫീബിളാണ് സൗണ്ട്. കൃത്യമായി എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പഴയതാണ് നോക്കുന്നതെങ്കിൽ അതിലുണ്ട് എന്ന് പറയാണ്. എനിക്ക് നേരിട്ട് പറഞ്ഞാൽ മതി സാറേ. പിന്നെ എൻ്റെ നമ്പറില്ലേ കയ്യിൽ, വിളിച്ചോ, എന്താ പറയാ. ഓക്കെ, അപ്പോ കഴിഞ്ഞില്ലേ സാർ? നമുക്കിപ്പോ ഇറങ്ങണ്ടേ? ജോസഫ് സാർ, ഇനി ആരാ? സുനിൽജി ഉണ്ടാ? സുനിൽജി പുറത്ത് പോയിരിക്കുന്നു. ഇല്ല. ഹലോ ഹലോ, യെസ്. ഞാൻ കേരളത്തേക്ക് ആ യാത്രയിലാണ്. കേൾക്കാമോ? ഫ്ലൈറ്റിലാണോ? ഇല്ല, ട്രെയിനിലാ. അത് ശരി. ആ അത് ശരി. എവിടെ എത്തി? പകുതി ദൂരം കഴിഞ്ഞാ? ഇല്ലില്ല, നാളെ എത്തുള്ളൂ. ആ കർണാടക പിടിച്ചാ? ഇല്ല. ഏത് വഴിയാണോ? ഇല്ല, ഇവിടുന്ന് ആന്ധ്ര കഴിഞ്ഞില്ല. ഓ അങ്ങനെ, ആന്ധ്ര വഴിയാ. അറിയാലോ അല്ലേ ജോസഫ് സാർ? നമ്മളെ സുനിൽ സാറിനെ അറിയാലോ, ഒറീസ. ആ അത് തന്നെ. ട്രെയിനിൽ വന്നോണ്ട്. ഞാനിങ്ങനെ മറ്റേ യാത്രയിൽ ഇടയ്ക്ക് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ. കുറെ ദിവസം ഉണ്ടോ ഒരു നാട്ടില്? ഹലോ, കുറെ ദിവസം ഉണ്ടോ? നേരിൽ കാണാമോ? ഞാൻ കോഴിക്കോട് വരാൻ സാധ്യത കുറവാണ് സാർ. ഓക്കെ. സാർ ഇപ്പോഴും എവിടെയുള്ള? സുനിൽ സാർ ഇപ്പോഴും എവിടെയുള്ള? ഞാനിപ്പോ യാത്രയിലാണ്. ആന്ധ്ര വരെ എത്തിയിട്ടുണ്ട്. ആന്ധ്രയിലാണ് അല്ലേ? ഓക്കെ. നാളെ അവിടെ എത്തും. എവിടെ? പിന്നെ നാട്ടിലെത്തുവോ? നാട്ടിലല്ല, നാളെ ചെന്നൈ എത്തും. അവിടുന്ന് പിന്നെ ഫ്ലൈറ്റ്. ഞങ്ങൾ കുറച്ച് പരിപാടിയുണ്ട്. തിങ്കളാഴ്ച രാവിലെ ഞാൻ കൊല്ലത്തെത്തും. കൊല്ലം. കൊച്ചിക്കാണോ അതോ തിരുവനന്തപുരത്തേക്കാണോ ഫ്ലൈറ്റ്? ട്രിവാൻഡ്രം സാറേ. ട്രിവാൻഡ്രം. ഓക്കെ ഓക്കെ. അത് ഞാൻ വിളിക്കാം, ടോമിസിനെ വിളിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ പട്ടാമ്പി വരെ വരുന്നുണ്ട്. ഓ ശരി. ഞാൻ എറണാകുളത്ത്. ശരി, ഒരു കാര്യം പറയാനാണ് വിളിച്ചത്. മറ്റേ ജ്യോതികുമാർ സാറിന്റെ ഈ ഒരു നറേഷൻ അതിഗംഭീരമായിരുന്നു. പറയാതിരിക്കാൻ വയ്യ. കാരണം അതിനകത്ത് ഒരു കൾച്ചറൽ ഒരു ഉണ്ടായിരുന്നു. ഈ ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ അതിഗംഭീരം. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു സാർ. ഞാൻ വിളിക്കാം. നാളെ പാട്ട് പാടാൻ പറഞ്ഞു കേട്ടോ. നാളെ ഉറക്കം ആണ് നമ്മുടെ വിഷയം. ഞാൻ നാളെ ചെന്നൈയിലായിരിക്കും. ഞാൻ കോണ്ടാക്ട് ചെയ്യാം. സ്ലീപ്പും മ്യൂസിക്കുമാണ് വിഷയം. മ്യൂസിക് ആൻഡ് സ്ലീപ്പ്. ഓക്കെ താങ്ക് യു സാർ. നാളെ പ്രസന്റേഷൻ ആരാ? ജോസഫ് ജോൺ സാർ ആണോ? അത് ഞാനാ. ഓ വെരി ഗുഡ് വെരി ഗുഡ്. ഉറക്കം. അപ്പൊ നീലാംബരി രാഗത്തെ കുറിച്ച് പറയും. അതും ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മ്യൂസിക് ആൻഡ് സ്ലീപ്പ്. ഇങ്ങനെ അതിനെ കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. പാട്ട് പാടാം. ഇതൊക്കെയാണ്. പാട്ട് ഓക്കെ. നമുക്ക് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഉറക്കം, നിദ്ര, മയക്കം എന്നുള്ള വാക്കുകൾ വരുന്ന പാട്ടുകൾ കൂടി നമുക്ക് അതിന്റെ കൂടെ ഉൾപ്പെടുത്താം. നിദ്ര തന്നീരാഴി, അങ്ങനെ അതുപോലെ തന്നെ ഉറക്കം, മയക്കം, ഓക്കെ, അങ്ങനെയുള്ള വാക്കുകൾ വരുന്ന പാട്ടുകൾ അതെവിടെ വന്നാലും മതി. ആ പാട്ടിൽ എവിടെയെങ്കിലും വന്നാൽ നമുക്കത് ഓക്കെ. പിന്നെ നീലാംബരി രാഗത്തിലെ പാട്ടുകൾ ഇടാം. ഓക്കെ. സാബു സാർ ഇല്ലാന്ന് തോന്നല്ലോ. സാബു സാറിന് കണക്റ്റഡ് അല്ലാന്ന് തോന്നുന്നു. എന്തോ ഒരു ഇതുണ്ട്. സാറുണ്ട് ഫ്ലോറിൽ, പക്ഷെ യാത്രയിലായതുകൊണ്ട് കിട്ടാത്ത. ഏതാണേലും ജ്യോതികുമാർ സാറിന്റെ പ്രസന്റേഷൻ സ്റ്റൈലും സബ്ജക്റ്റും എല്ലാവർക്കും ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു സാർ. അതൊരു പ്രത്യേക സ്റ്റൈലിലായിരുന്നു. അത് വളരെ നല്ല രൂപത്തിൽ സാർ അത് അവതരിപ്പിച്ചു കേട്ടോ. താങ്ക്സ്. എനർജറ്റിക്കും ആയിരുന്നു. ആ പ്രസന്റേഷൻ സ്റ്റൈല് കൊണ്ട് നമ്മളെ ശരിക്കും ആ ഒരു വികാരഭരിതമായിട്ട് തന്നെ നമ്മളെ ആ ഒരു ആവേശം ഉൾക്കൊണ്ട് തന്നെ അതിനകത്ത് നല്ലൊരു ഇതായിരുന്നു. വിട്ടുപോകാൻ പറ്റിയില്ല. താങ്ക് യു സാർ. താങ്ക്സ് എ ലോട്ട്. കോ-ഹോസ്റ്റ് സുനിൽ സാറാണ്. അപ്പൊ സുനിൽ സാറിന് ക്ലോസ് ചെയ്യാലോ? സുനിൽ സാറിനെ ക്ലോസ് ചെയ്യാലോ? സുനിൽ സാറാണ് കോ-ഹോസ്റ്റ്. അല്ല, ഹോസ്റ്റ് ജ്യോതികുമാർ സാർ തന്നെ. സാറ് ക്ലോസ് ചെയ്തോളൂ.
ഞാൻ തന്നെയാണോ? എവിടെ ആണോ? പോസ്റ്റ് ജ്യോതികുമാർ സാർ തന്നെ. സാറ് ക്ലോസ് ചെയ്ത് എല്ലാവരും ഔട്ടാവും. എന്നാ പിന്നെ ശരി. അപ്പൊ നമുക്ക് ഓക്കെ, ഗുഡ് നൈറ്റ്. ക്ലോസ് ചെയ്യട്ടെ. ഞാൻ ക്ലോസ് ചെയ്തു. ഓക്കെ, ഗുഡ് നൈറ്റ് ടു ഓൾ. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്.